Fifth semester diploma Electrical and Electronics Engineering Electrical Generation, Transmission and Distribution എന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 1-ൽ വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഫസ്റ്റ്, generation. Generation here means generation of electric energy. Energy is the capacity to do work. We obtain energy from various sources, which can be divided into non-conventional energy sources and conventional energy sources. Generation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക്കൽ എനർജിയുടെ ജനറേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ ജനറേഷൻ. എനർജി എന്ന് പറയുന്നത് എനർജി ഈസ് നീഡഡ് ടു ഡു വർക്ക്. എനർജി നമുക്ക് എല്ലാവർക്കും അറിയാം, വർക്ക് ചെയ്യാൻ എനർജി ആവശ്യമാണ്. അതായത് എനർജി ഈസ് ഡിഫൈൻഡ് ആസ് എ കപ്പാസിറ്റി ടു ഡു വർക്ക്. വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിനെ നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് എനർജി. നമുക്ക് എനർജി പല വിധത്തിലും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് എനർജിനെ 2 ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം: നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ആൻഡ് കൺവെൻഷണൽ എനർജി സോഴ്സസ്. അതിൽ ഫസ്റ്റ് പറയുന്നത് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്താണെന്നാണ്. They are the energy sources which are continuously replenished by natural sources. The non-conventional energy sources എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ എനർജി സോഴ്സസ് ആണ്. അതിനെ നമുക്ക് കണ്ടിന്യൂസ്ലി നാച്ചുറൽ റിസോഴ്സസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു എനർജിയാണ്. This cannot be exhausted easily, can be generated to constantly so that it can be used again and again. നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എനർജി സോഴ്സ് ആണ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്. അതിന് എക്സാമ്പിൾസ് ആണ് സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ എനർജി, ബയോമാസ് എനർജി ആൻഡ് ജിയോ തെർമൽ എനർജി. The energy obtained from non-conventional sources is known as non-conventional energy. Non-conventional sources ൽ നിന്ന് കിട്ടുന്ന എനർജി ആയതുകൊണ്ട് തന്നെയാണ് അതിനെ non-conventional energy എന്ന് പറയുന്നത്. These sources do not pollute the environment and do not require heavy expenditure. ഇതിന് എൻവിറോൺമെന്റ് പൊല്യൂട്ട് ചെയ്യില്ല. അത് മാത്രമല്ല, and do not require heavy expenditure. Heavy expenditure ഒന്നും ഇതിന് ആവശ്യമില്ല. Non-conventional sources are also called renewable resources as they can be replenished through natural process. Natural process വഴി വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് അവയെ നമുക്ക് renewable resources എന്ന് കൂടി പറയാം. അപ്പോൾ നോൺ കൺവെൻഷണൽ സോഴ്സസ് അല്ലെങ്കിൽ റിന്യൂവബിൾ സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേച്ചറിൽ നിന്ന് വീണ്ടും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു എനർജി സോഴ്സ് ആണ്. ഇനി കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി. കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ these are the energy sources which are present in limited quantity in nature. നേച്ചറിൽ വളരെ ലിമിറ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമുക്ക് നേച്ചറിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. These are non-renewable sources as they are depleted. They cannot be generated at the speed which can sustain its consumption rate. They are non-renewable sources. അവ non-renewable ആണ്. അവ ഒരിക്കൽ നശിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ റീജനറേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. They are formed from decaying matter over hundreds of millions of years. അവ നമുക്ക് hundreds of millions of years ആയിട്ട് അങ്ങനെ അങ്ങനെ ഡീക്കേ ആയിട്ടുള്ള മാറ്റേഴ്സിൽ നിന്ന് കിട്ടുന്നതാണ്. These sources cause huge pollution. Examples are conventional energy sources in the examples called petroleum, natural gas. Next topic ആണ് generating stations. Generating stations എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ bulk energy power is produced by special plants known as generating stations or power plants. ബൾക്ക് ആയിട്ടുള്ള എനർജി നമുക്ക് ഇലക്ട്രിക്കൽ എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്ലാന്റ് ആണ് നമ്മുടെ ജനറേറ്റിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ പവർ പ്ലാന്റ്. അതിന്റെ ചെറിയൊരു രൂപമാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. A generating station generally employs a prime mover. ജനറേറ്റിംഗ് സ്റ്റേഷന് ഒരു പ്രൈം മൂവർ ഉണ്ടായിരിക്കും. ഇതാണ് പ്രൈം മൂവർ. Coupled to an alternator.
ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിക് പവർ. പ്രൈം മൂവറും ഒരു ആൾട്ടർനേറ്ററും ഇതാ ഇങ്ങനെ കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. ദ പ്രൈം മൂവർ എക്സാമ്പിൾ സ്റ്റീം ടർബൈൻ, വാട്ടർ ടർബൈൻ എക്സെട്ര. പ്രൈം മൂവർ നമുക്ക് സ്റ്റീം ടർബൈൻ ആയോ അല്ലെങ്കിൽ വാട്ടർ ടർബൈൻ ആയോ എന്തുമാവാം. കൺവേർട്സ് എനർജി ഫ്രം സം അതർ ഫോം ഇൻ ടു മെക്കാനിക്കൽ എനർജി. ഇവ കൺവേർട്ട് ചെയ്ത് നമുക്ക് ഏത് സോഴ്സും ആവാം, കൺവേർട്ട് ചെയ്ത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് മെക്കാനിക്കൽ എനർജിയാണ്. ഓക്കെ. ദ ആൾട്ടർനേറ്റർ കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഓഫ് ദ പ്രൈം മൂവർ ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. പ്രീവിയസ് പറഞ്ഞ പോലെ ഈ പ്രൈം മൂവറിൽ നിന്ന് കിട്ടുന്ന മെക്കാനിക്കൽ എനർജി ആൾട്ടർനേറ്ററിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് നമുക്ക് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. The electrical energy produced by generating station is transmitted and distributed with the help of conductors to various consumers. ഇങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രാൻസ്മിറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ നടത്തി നമ്മൾ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് കണ്ടക്ടേഴ്സിന്റെ സഹായത്തോടു കൂടി. Depending upon the form of energy converted into electrical energy, generating stations are classified as under. ജനറേറ്റിംഗ് സ്റ്റേഷൻസിനെ നമുക്ക് ജനറേറ്റിംഗ് സ്റ്റേഷൻസിനെ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ 4 ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഫസ്റ്റ് സ്റ്റീം പവർ സ്റ്റേഷൻ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, ഡീസൽ പവർ സ്റ്റേഷൻ ആൻഡ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് സ്റ്റീം പവർ സ്റ്റേഷൻ അഥവാ തെർമൽ പവർ സ്റ്റേഷൻ. ഇതിനെ കുറിച്ചാണ്. സ്റ്റീം പവർ സ്റ്റേഷൻ ഒരു താപവൈദ്യുത നിലയത്തിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈ പ്രഷറിൽ വരുന്ന നീരാവിയുടെ സഹായത്തോടു കൂടിയാണ്. ഇത്തരത്തിൽ നീരാവി ക്രിയേറ്റ് ചെയ്യുന്നതിന് ഫ്യൂവൽസ് ആണ് ഉപയോഗിക്കുന്നത്. സാധാരണ രീതിയിൽ ഫ്യൂവൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കൽക്കരി, ഓയിൽസ്, ഗ്യാസ് ഇതൊക്കെയാണ്. ഇത്തരത്തിലുള്ള ഫ്യൂവൽസ് കാണുന്നതിന്റെ ഫലമായിട്ട് ബോയിലറിനുള്ളിൽ കാണപ്പെടുന്ന ജലം നീരാവിയായി മാറുകയും ഈ നീരാവിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചറിലുള്ള നീരാവിയാണ് ബോയിലറിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഈ നീരാവിയെ ഡയറക്റ്റ് ആയി ടർബൈനിനുള്ളിലേക്ക് കടത്തിവിടുകയും അങ്ങനെ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾട്ടർനേറ്റർ കറങ്ങുകയും അങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റീം പവർ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രഷറിൽ നിന്ന് ബോയിലറിൽ നിന്ന് ഹൈ പ്രഷറിൽ വരുന്ന നീരാവിയെ ഡയറക്റ്റ് ആയി ടർബൈനിലേക്ക് കടത്തിവിടുകയും ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് അത് മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ആൾട്ടർനേറ്ററിനെ റൊട്ടേറ്റ് ചെയ്യിച്ച് നമുക്ക് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് ഒന്ന് നോക്കാം. അതിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ചിമ്മിനി, precipitor arrangement, coal hopper, pulverizer, air intake portion. ഇവിടെയാണ് എയർ ഇൻടേക്ക് പോർഷൻ. കമ്പഷൻ ചേംബർ, ഇതാണ് നമ്മുടെ കമ്പഷൻ ചേംബർ. ആഷ് ഹോപ്പർ, ബോയിലർ ആൻഡ് ഇറ്റ്സ് ട്യൂബ്സ്, ഫീഡ് വാട്ടർ പമ്പ്, ടർബൈൻ, ആൾട്ടർനേറ്റർ, സപ്ലൈ, ഔട്ട്പുട്ട്. ഈ RYB എന്ന് കാണുന്നതാണ് നമ്മുടെ സപ്ലൈ ഔട്ട്പുട്ട്. പിന്നെ കണ്ടൻസർ, വാട്ടർ സ്റ്റോറേജ്, കൂളിംഗ് ടവർ. ഇത്രയും എക്യുപ്മെന്റ്സ് ആണ് നമ്മുടെ സ്റ്റീം പവർ പ്ലാന്റിന് മെയിൻ ആയിട്ടുള്ളത്.
സ്റ്റീം പവർ പ്ലാന്റിൽ ഫ്യൂവലായി നമ്മൾ യൂസ് ചെയ്യുന്നത് കൽക്കരിയാണ്. ആദ്യമായി ചെയ്യുന്നത് കോൾ ഹോപ്പർ അറേഞ്ച്മെന്റിൽ കൽക്കരി നിക്ഷേപിക്കുക എന്നതാണ്. ഈ നിക്ഷേപിച്ച കോൾ പൾവറൈസർ അറേഞ്ച്മെന്റിൽ എത്തുന്നു. പൾവറൈസറിൽ കോൾ നല്ലതുപോലെ പൊടിച്ചെടുക്കുന്നു. ഇത്തരത്തിലുള്ള പൊടിച്ച കോളിനെ അറ്റ്മോസ്ഫിയറിക് എയറുമായി മിക്സ് ചെയ്യുന്നു. അറ്റ്മോസ്ഫിയറിക് എയറിനെ കമ്പഷൻ ചേംബറിൽ എത്തിക്കുന്നു. ഇതാണ് കമ്പഷൻ ചേംബർ. അറ്റ്മോസ്ഫിയറിക് എയറിനെ നേരെ കമ്പഷൻ ചേംബറിൽ എത്തിക്കുന്നു. അറ്റ്മോസ്ഫിയറിക് എയറിനെ കമ്പഷൻ ചേംബറിൽ എത്തിക്കുന്നതിന് ഡ്രോട്ട് ഫാൻ എന്ന് പറയുന്ന ഒരു ഫാനിനെ ഉപയോഗിച്ചാണ് കൊണ്ടുവരുന്നത്. ഇത്തരത്തിൽ കൊണ്ടുവരുന്ന അറ്റ്മോസ്ഫിയറിക് എയറിനെ ആദ്യമേ കുറച്ച് ഹീറ്റ് കൊടുത്ത്, അതായത് പ്രീഹീറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു. പൾവറൈസ്ഡ് കോളിന്റെയും എയറിന്റെയും മിക്സ്ചറിനെ ഡയറക്റ്റായി കമ്പഷൻ ചേംബറിലേക്ക് എത്തിക്കുകയും ചേംബറിൽ എത്തുന്ന ഈ മിക്സ്ചർ ഉടനെ തന്നെ കത്താൻ ആരംഭിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഹൈ ടെമ്പറേച്ചറിൽ കത്തുന്ന കോള് എയർ മിക്സ്ചർ കോൾ എയർ മിക്സ്ചർ അങ്ങനെ അവിടെ ഒരു ഹൈ ഹീറ്റ് എനർജി റേഡിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു ഹൈ ഹീറ്റ് കോൾ എയർ മിക്സ്ചർ ഇവിടെ ഒരു ഹൈ ഹീറ്റ് എനർജിയാണ് നമുക്കിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഹൈ ഹീറ്റ് എനർജിയുടെ ഫലമായിട്ട് ബോയിലർ ട്യൂബിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ജലം ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷറിലുള്ള സ്റ്റീമായി മാറുകയും ചെയ്യുന്നു. ഇതിന്റെ ഉള്ളിൽ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ഉള്ള സ്റ്റീമായിട്ട് മാറപ്പെടുന്നു. ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത സ്റ്റീം ഡയറക്റ്റ് ആയിട്ട് ടർബൈനിലേക്ക് കടത്തിവിടുന്നു. ഡയറക്റ്റായി ഈ വഴി ടർബൈനിലേക്ക് കടത്തിവിടുന്നു. അതിനുശേഷം കമ്പഷനിൽ ഉണ്ടായിക്കഴിഞ്ഞ അൺവാണ്ടഡ് ഗ്യാസസ് അതായത് നമുക്ക് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ഗ്യാസസ് എല്ലാം സൂപ്പർ ഹീറ്റർ, എക്കണോമൈസർ, എയർ പ്രീ ഹീറ്റർ എന്നീ അറേഞ്ച്മെന്റുകളിലൂടെ കടന്ന് ലാസ്റ്റ് ചിമ്മിണി വഴി പുറത്തേക്ക് പോകുന്നു. ആവശ്യമില്ലാത്ത എല്ലാ ഗ്യാസസും ഈ പ്രസിപ്പിറ്റേറ്റർ വഴി നമുക്ക് പുറത്തേക്ക് പോകുന്നു. കത്തുമ്പോൾ ഉണ്ടാകുന്ന ചാരം അല്ലെങ്കിൽ ആഷ് ഇവയൊക്കെ ശേഖരിക്കാനുള്ള അറേഞ്ച്മെന്റ് ആണ് ആഷ് ഹോപ്പർ. ഇത് പീരിയോഡിക്കലായി റിമൂവ് ചെയ്തുകൊണ്ടിരിക്കും. കമ്പഷന്റെ ഫലമായി പുറത്തേക്ക് വരുന്ന വാതകങ്ങൾ എന്തെങ്കിലും പൊടിപടലങ്ങളോ ചാരങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് ആണ് പ്രസിപ്പിറ്റേറ്റർ. ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത ശേഷം ബാക്കിയുള്ള ഗ്യാസ് ചിമ്മിണി വഴി പുറത്തേക്ക് പോകുന്നതായി കാണാം. ബോയിലറിനുള്ളിൽ കാണപ്പെടുന്ന പൈപ്പ് സ്റ്റീൽ പൈപ്പാണ്. അതിലൂടെയാണ് വെള്ളം കാണപ്പെടുന്നത്. ബോയിലറിന്റെ വാളുമായി ചേർന്ന ഭാഗത്തായിരിക്കും ഇതിന്റെ അറേഞ്ച്മെന്റ് ഉള്ളത്. അടുത്തത് സൂപ്പർ ഹീറ്റർ എന്ന് പറയുന്ന ഈ ഒരു കമ്പാർട്ട്മെന്റ് ആണ്. ഇനി അടുത്തത് ഒരു ബോയിലറിന്റെ ഏറ്റവും ചൂട് കൂടിയ ഭാഗത്ത് കാണപ്പെടുന്ന ഒരു ട്യൂബാണ് സൂപ്പർ ഹീറ്റർ അല്ലെങ്കിൽ സൂപ്പർ ഹീറ്റഡ് ട്യൂബ്സ്. ഇവിടെ ഏകദേശം 540 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആണ് അനുഭവപ്പെടുന്നത്. ഇവിടെ നിന്നാണ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷറിലുള്ള സ്റ്റീം ഡെവലപ്പ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഡെവലപ്പ് ചെയ്ത സ്റ്റീം ഡയറക്റ്റ് ആയി സ്റ്റീം ടർബൈനിലേക്ക് കടത്തിവിടുന്നു. അടുത്തതായി എക്കണോമൈസർ. ഈ അറേഞ്ച്മെന്റ് മെയിൻ ആയി ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഒരു ബോയിലറിലേക്ക് വെള്ളം ഫിൽ ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ ആ വെള്ളത്തിന് ഒരു നിശ്ചിത അളവിലുള്ള ഹീറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. എക്കണോമൈസർ എന്ന അറേഞ്ച്മെന്റ് ഉപയോഗിക്കുന്നത്. ബോയിലറിലേക്കുള്ള
വെള്ളം കടത്തിവിടുന്നതിന് മുന്നേ എക്കണോമൈസർ എന്ന അറേഞ്ച്മെന്റിൽ വെച്ച് പ്രീഹീറ്റ് ചെയ്ത വെള്ളമാണ് അങ്ങോട്ട് കടത്തിവിടുന്നത്, ബോയിലറിലേക്ക് കടത്തിവിടുന്നത്. ഇനി എയർ പ്രീഹീറ്റ്. കമ്പഷന് ആവശ്യമായിട്ടുള്ള എയറിനെ അറ്റ്മോസ്ഫിയറിൽ നിന്നും ഒരു പ്രൈമറി ഫാനിന്റെ സഹായത്തോടു കൂടി അകത്തേക്ക് ആയി എടുക്കുന്നു. ഒരു ഡ്രോപ്ഡ് ഫാനിന്റെ സഹായത്തോടു കൂടിയിട്ട് അറ്റ്മോസ്ഫിയറിക് എയറിനെ പുറത്തുനിന്ന് അകത്തേക്ക് എടുക്കുന്നു. ഇത്തരത്തിൽ ഇൻലെറ്റ് ആയി വരുന്ന എയറിനെ ഒന്ന് ഇനീഷ്യലായി ചൂടാക്കുന്നതിന് വേണ്ടിയാണ് എയർ പ്രീഹീറ്റർ യൂസ് ചെയ്യുന്നത്. ഇൻലെറ്റ് ആയി വരുന്ന എയർ ആദ്യം പ്രീഹീറ്ററിലൂടെ കടന്ന് വരുന്നു. അതിനുശേഷമാണ് പൊടിച്ച കോളുമായി മിക്സ് ചെയ്യുന്നത്. ഇത്തരത്തിൽ എയറിനെ പ്രീഹീറ്റ് ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കമ്പഷൻ നടത്താൻ കഴിയും. ബോയിലറിന്റെ ഉള്ളിൽ നിന്നും ഹൈ പ്രഷറിലും സൂപ്പർ ഹീറ്റഡ് ആയിട്ടുള്ള സ്റ്റീം ടർബൈൻ ഉള്ളിലേക്ക് കടത്തിവിടുന്നു. ഈ ടർബൈനിൽ എത്തുന്ന ഹൈ പ്രഷർ സ്റ്റീം ടർബൈൻ ബ്ലേഡ്സിനെ റൊട്ടേറ്റ് ചെയ്യുകയും ഈ ടർബൈനിൽ എത്തുന്ന ഹൈ പ്രഷർ സ്റ്റീം ടർബൈൻ ബ്ലേഡ്സിനെ റൊട്ടേറ്റ് ചെയ്യുകയും ടർബൈനുമായി ഘടിപ്പിച്ചിരിക്കുന്ന ആൾട്ടർനേറ്റർ റൊട്ടേറ്റ് ചെയ്യുകയും അങ്ങനെ മെക്കാനിക്കൽ എനർജി കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് മാറപ്പെടുകയും ചെയ്യുന്നു. ഈ ഹൈ പ്രഷർ സ്റ്റീം എപ്പോഴാണോ ടർബൈൻ ചേംബറിലേക്ക് എത്തുന്നത്, ഈ ഹൈ പ്രഷർ സ്റ്റീം ടർബൈനിലേക്ക് എത്തുന്ന ആ സമയത്ത് അപ്പോ അതിന്റെ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കുറയുന്നു. കാരണം ഇവിടെ ഹൈ പ്രഷറിൽ വരുന്ന ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു റീജിയൻ ആണ്. അതിന്റെ ഫലമായി പ്രൈം മൂവറിനെ റൊട്ടേറ്റ് ചെയ്ത ശേഷം ലോ പ്രഷർ ലോ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും കാണപ്പെടുന്ന ഈ സ്റ്റീമിനെ ഒരു എക്സോസ്റ്റ് ഫാനിന്റെ വഴി ഡയറക്റ്റ് ആയി കണ്ടൻസർ അറേഞ്ച്മെന്റ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. കണ്ടൻസറിലെത്തിയ ലോ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ സ്റ്റീമിനെ കോൾഡ് വാട്ടറിന്റെ സഹായത്തോടു കൂടി കണ്ടൻസ് ചെയ്ത് അതിനെ വീണ്ടും വാട്ടറാക്കി മാറ്റുന്നു. ഇതാണ് കണ്ടൻസറിൽ നടക്കുന്ന പ്രധാന വർക്കിംഗ്. ഇനി നെക്സ്റ്റ് ആൾട്ടർനേറ്റർ. എപ്പോഴാണോ ആൾട്ടർനേറ്ററുമായി കണക്ട് ചെയ്ത ടർബൈൻ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്, അപ്പോൾ തന്നെ ആൾട്ടർനേറ്റർ റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നു. ജനറേറ്റഡ് എനർജി 11 kV ആയിരിക്കാം. അത് വിദൂര പ്രദേശങ്ങളിൽ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സ്റ്റെപ്പ് ട്രാൻസ്ഫോമറുകളുടെ സഹായത്തോടു കൂടി അതിന്റെ വോൾട്ടേജ് കൂട്ടി ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ഇതാണ് ഫീഡ് വാട്ടർ പമ്പ്. ഇതില് ഫീഡ് വാട്ടർ പമ്പ് ഉണ്ട്. കണ്ടൻസറിൽ നിന്നുള്ള കണ്ടൻസ് ചെയ്തു വന്ന വെള്ളം വാട്ടർ സ്റ്റോറേജിൽ നിന്നുള്ള വെള്ളവുമായി ബോയിലറിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് വാട്ടർ ഫീഡ് പമ്പ് അല്ലെങ്കിൽ ഫീഡ് വാട്ടർ പമ്പ് മെയിൻ ആയി യൂസ് ചെയ്യുന്നത്, നമ്മുടെ ബോയിലറിലേക്ക് എത്തിക്കാൻ വേണ്ടി. അപ്പോ കണ്ടൻസറിൽ നിന്നുള്ള വെള്ളം കണ്ടൻസ് ചെയ്ത് വെള്ളവും പിന്നെ വാട്ടർ സ്റ്റോറേജിൽ നിന്നുള്ള വെള്ളവും ബോയിലറിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഫീഡ് വാട്ടർ പമ്പ് മെയിൻ ആയി യൂസ് ചെയ്യുന്നത്. ഓരോ സൈക്കിൾ കഴിയുമ്പോഴും ഒരു നിശ്ചിത അളവ് ജലം നീരാവിയായിട്ട് നഷ്ടപ്പെടുന്നു. അത്തരത്തിലുള്ള നീരാവി അത്തരത്തിലുള്ള ജലത്തിന്റെ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് വാട്ടർ സ്റ്റോറേജിൽ നിന്നും
ഒരു നിശ്ചിത അളവ് ജലം എടുത്ത് ബോയിലറിലേക്ക് കൊടുക്കുന്നത്. ഇതൊക്കെയാണ് തെർമൽ പവർ പ്ലാന്റിന്റെ വർക്കിംഗ്. അതായത് എ ജനറേറ്റിംഗ് സ്റ്റേഷൻ വിച്ച് കൺവേർട്സ് ഹീറ്റ് എനർജി ഓഫ് കോൾ കമ്പഷൻ ഇൻടു ഇലക്ട്രിക്കൽ എനർജി ഈസ് നോൺ ആസ് സ്റ്റീം പവർ സ്റ്റേഷൻ. ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഹീറ്റ് എനർജിയെ അതായത് കോള് കത്തി അതിൽ നിന്ന് ഉണ്ടാവുന്ന ഹീറ്റ് എനർജിനെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റീം ജനറേറ്റിംഗ് സ്റ്റീം പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. സ്റ്റീം ഈസ് പ്രൊഡ്യൂസ് ഇൻ ദ ബോയിലർ ബൈ യൂട്ടിലൈസിംഗ് ഹീറ്റ് ഓഫ് കോൾ കമ്പഷൻ. സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കോൾ കമ്പഷൻ കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന ആ ഒരു ഹീറ്റ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ്. The whole arrangement can be divided into the following stages. അപ്പോൾ നമ്മൾ സ്റ്റേജിനെ നേരത്തെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റീം പവർ പ്ലാന്റിന്റെ ഡിഫറെന്റ് പാർട്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കി. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ ഫസ്റ്റ് പറയുന്നത് കോൾ ആൻഡ് ആഷ് ഹാൻഡ്ലിംഗ് പ്ലാന്റ്. എന്താണ് കോൾ ആൻഡ് ആഷ് ഹാൻഡ്ലിംഗ് പ്ലാന്റ്? അതിൽ വരുന്നത് the coal is transported to the power station by rail or road and is stored in the coal storage plant. നമ്മൾ ഇതിൽ മുന്നേ നോക്കിയതാണ്. കോള് ഇതാണ് കോൾ ആൻഡ് ആഷ് ഹാൻഡ്ലിംഗ് പ്ലാന്റ് എന്ന് പറയുന്ന സെക്ഷൻ. കോള് ഇതിൽ സ്റ്റോറേജ് ചെയ്ത് അത് കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റിലേക്ക് കോൾ ഇതിൽ ശേഖരിച്ച് ആവശ്യമുള്ള കോള് അതനുസരിച്ച് കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഫ്രം ദ കോൾ സ്റ്റോറേജ് പ്ലാന്റ് കോൾ ഈസ് ഡെലിവേർഡ് ടു കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റ് വേർ ഇറ്റ് ഈസ് പൾവറൈസ്ഡ്. ഈ കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റിന്റെ അവിടെ വെച്ചാണ് ഇത് കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റിൽ വെച്ചാണ് നമ്മുടെ കോള് ക്രഷ് ചെയ്ത് അത് വളരെ ചെറിയ പൊടികളാക്കി മാറ്റുന്നത്. ദ പൾവറൈസ്ഡ് കോൾ ഈസ് ഫെഡ് ടു ദ ബോയിലർ. അപ്പോ ഈ ഇവിടുന്ന് പൊടിച്ചെടുത്ത ആ ഒരു കൽക്കരി ബോയിലറിലേക്ക് നൽകുന്നു. ഇനി the coal is burned in the boiler and the ash produced after the complete combustion of coal is removed to the ash handling plant and then delivered to the ash storage plant for disposal. പറഞ്ഞത് the coal is burned in the boiler. കോള് ഈ ബോയിലറിൽ ബേൺ ചെയ്യുന്നു. അങ്ങനെ and the ash produced after the complete combustion of coal is removed to the ash handling plant and then delivered to the ash storage plant for disposal. ബോയിലറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ആഷ് നമ്മുടെ ആഷ് ഹാൻഡ്ലിംഗ് പ്ലാന്റിലേക്ക് നൽകപ്പെടുന്നു. ആ ആഷ് ഹാൻഡ്ലിംഗ് പ്ലാന്റിൽ നിന്ന് അത് ആഷ് സ്റ്റോറേജ് പ്ലാന്റിലേക്ക് നൽകപ്പെടുന്നു. അവിടുന്ന് അത് റിമൂവ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് സ്റ്റീം ജനറേറ്റിംഗ് പ്ലാന്റ്. Steam generating plant. The steam generating unit consists of a boiler for the production of steam and the auxiliary equipments for the utilization of flue gases. അപ്പോൾ ഇതിൽ അടുത്ത് പറയുന്നത് സ്റ്റീം ജനറേറ്റിംഗ് പ്ലാന്റിന്റെ കുറിച്ചാണ്. Steam generating plant consists of boiler for the production of steam and other auxiliary equipment. ഇതിന് സ്റ്റീം ജനറേറ്റിംഗ് പ്ലാന്റില് സ്റ്റീം ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് ആണ് ഇതിലുള്ളത്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ബോയിലറും പിന്നെ അതർ ഓക്സിലറി എക്യുപ്മെന്റ്സ് ആൻഡ് യൂട്ടിലൈസേഷൻ ഫ്ലൂ ഗ്യാസസിന് വേണ്ടിയിട്ടുള്ളതും അങ്ങനെ ബാക്കിയുള്ള ഓക്സിലറി എക്യുപ്മെന്റ്സ് ആണ് ഇതിൽ വരുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ ബോയിലർ ആണ്. Boiler. The heat of the combustion of coal in the boiler is utilized to convert water into steam at high temperature and pressure. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോൾ കമ്പഷൻ കഴിഞ്ഞ് വരുന്ന ഹീറ്റ് ബോയിലറിൽ യൂട്ടിലൈസ് ടു കൺവേർട്ട് വാട്ടർ ഇൻ ടു സ്റ്റീം. വാട്ടറിനെ സ്റ്റീം ആക്കി മാറ്റുന്നു അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ.
കോള് കമ്പഷൻ ചെയ്ത് കഴിഞ്ഞ് ബോയിലറിൽ കോള് ഇവിടുന്ന് ആഷ് ഹാൻഡ്ലിംഗ് പ്ലാന്റിൽ നിന്ന് ബോയിലറിലേക്ക് ലഭിച്ച കോള് അവിടെ വെച്ച് അത് കത്തിയതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ഹീറ്റ് വാട്ടറായി കൺവേർട്ട് ചെയ്യുന്നു. വാട്ടറായിട്ടല്ല, സ്റ്റീമായി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ അതായത് കോള് ബോയിലറിലേക്ക് കടത്തിവിട്ടിട്ടുണ്ട്. അവിടെ വെച്ച് ബോയിലറിൽ വെച്ച് അത് കത്തിയതിന് ശേഷം അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിനെ ചൂടാക്കി അത് നീരാവിയാക്കി മാറ്റുന്നു അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇനി സൂപ്പർ ഹീറ്റർ. നെക്സ്റ്റ് പറയുന്നത് സൂപ്പർ ഹീറ്ററിനെ കുറിച്ചാണ്. The steam produced in the boiler is wet and is passed through a superheater where it is dried and superheated. That is, the steam temperature increased above that of the boiling point of water by the flue gases of their way to chimney. അപ്പോൾ ഇതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് സൂപ്പർ ഹീറ്ററിനെ കുറിച്ചാണ് പറയുന്നത്. സൂപ്പർ ഹീറ്റർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതാണ്. അതായത് ബോയിലറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റീം വളരെ നനഞ്ഞ സ്റ്റീമാണ്. അതിനെ സൂപ്പർ ഹീറ്റർ വഴി പാസ് ചെയ്ത് അതിനെ ഡ്രൈ ആക്കി മാറ്റുന്നു. നെക്സ്റ്റ് വരുന്നതാണ് എക്കണോമൈസർ. എക്കണോമൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the feed water is fed to the economizer before supplying to the boiler. The economizer extracts a part of heat of flue gases to increase the feed water temperature. ഫീഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മുടെ ബോയിലറിലേക്ക് വെള്ളം കടത്തിവിടുന്നതിന് മുന്നേ അതിന് ഒരു നിശ്ചിത അളവിലുള്ള ചൂട്, ബോയിലറിലേക്ക് വെള്ളം കടത്തിവിടുന്നതിന് മുന്നേ അതിനൊരു നിശ്ചിത അളവിലുള്ള ചൂട് നൽകാൻ വേണ്ടിയാണ് ഇവിടെ എക്കണോമൈസർ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യാൻ ഇവിടെ ഫ്ലൂ ഗ്യാസസ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ഇവിടെ എയർ പ്രീ ഹീറ്റർ അല്ല, the feed water is fed to the economizer before supplying to the boiler. ബോയിലറിലേക്ക് സപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫീഡ് വാട്ടർ നേരെ എക്കണോമൈസറിലേക്ക് എത്തുന്നു. The economizer extracts a part of heat of flue gases. ഒരു പാർട്ട് ഫ്ലൂ ഗ്യാസസിൽ നിന്ന് ഒരു പാർട്ട് ഹീറ്റ് ഇത് അബ്സോർബ് ചെയ്ത് ഈ ഫീഡ് വാട്ടറിന്റെ ടെമ്പറേച്ചറിനെ ഇൻക്രീസ് ചെയ്യുന്നു. ഇനി അടുത്തത് എയർ പ്രീ ഹീറ്റർ. നെക്സ്റ്റ് വരുന്നത് എയർ പ്രീ ഹീറ്റർ. Air preheater. Air is drawn from the atmosphere by a draught fan and is passed through air preheater before supplying to the boiler furnace. ഇവിടെ പറഞ്ഞത് എയർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഡ്രോട്ട് ഫാൻ വഴി എയർ ഇതാണ്. ഇവിടെ എയർ ഒരു ഡ്രോട്ട് ഫാൻ വഴി അറ്റ്മോസ്ഫിയറിൽ നിന്ന് അകത്തേക്ക് എടുക്കുന്നു. ആൻഡ് ഈസ് പാസ്ഡ് ത്രൂ എയർ പ്രീഹീറ്റർ വഴി പാസ് ചെയ്യുന്നു ബിഫോർ സപ്ലൈയിങ് ടു ദ ബോയിൽ ഫർണസ്. എയർ പ്രീഹീറ്റർ എക്സ്ട്രാക്ട്സ് ഹീറ്റ് ഫ്രം ഫ്ലൂ ഗ്യാസസ്. ഇതും ഫ്ലൂ ഗ്യാസസിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഈ എയറിനെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് സ്വീകരിച്ച അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഡ്രോട്ട് ഫാൻ വഴി അകത്തേക്ക് വലിച്ചെടുത്ത എയറിനെ പ്രീഹീറ്റ് ചെയ്തിട്ടാണ് അതിനെ പ്രീഹീറ്റ് ചെയ്ത് ഹോട്ട് എയർ ആക്കിയിട്ടാണ് ബോയിലറിലേക്ക് പറഞ്ഞേക്കുന്നത്. The air preheater extracts heat from flue gases and increases the temperature of air used for coal combustion. Coal combustionന് വേണ്ടിയിട്ടുള്ള കോൾ കമ്പഷന് വേണ്ടിയിട്ടുള്ള എയറിന്റെ ടെമ്പറേച്ചറിനെ ഇത് പെട്ടെന്ന് അവിടെ കത്താൻ സഹായിക്കുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത്
സ്റ്റീം ടർബൈൻ. നെക്സ്റ്റ് പറയുന്നത് സ്റ്റീം ടർബൈൻ ആണ്. The dry and superheated steam from the superheater is fed to the steam turbine through main valve. സ്റ്റീം ടർബൈൻ എന്ന് പറയുന്നത് എന്താ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീം ടർബൈൻ ഇവിടെ ദ ഡ്രൈ ആൻഡ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ഫ്രം ദ സൂപ്പർ ഹീറ്റർ. സൂപ്പർ ഹീറ്ററിൽ നിന്ന് വരുന്ന സൂപ്പർ ഹീറ്റഡ് സ്റ്റീം, അതായത് ബോയിലറിൽ നിന്ന് ഇതെല്ലാം കത്തിയതിന് ശേഷമുള്ള സ്റ്റീം, ആ സ്റ്റീം സൂപ്പർ ഹീറ്റർ വഴി സ്റ്റീം ടർബൈനിലേക്ക് കടത്തിവിടുന്നു ത്രൂ ദ മെയിൻ വാൾവ്. ഈ മെയിൻ വാൾവ് ഉപയോഗിച്ച് the heat energy of steam when passing over the blades of turbine is converted to mechanical energy. ഈ ഹീറ്റ് എനർജി ടർബൈൻ്റെ ഉള്ളിലുള്ള ബ്ലേഡ്സിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. അങ്ങനെ മെക്കാനിക്കൽ എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആഫ്റ്റർ ഗിവിംഗ് ഹീറ്റ് എനർജി ടു ദ ടർബൈൻ, ദ സ്റ്റീം ഈസ് exhausted to the condenser, which condenses exhausted steam by means of cold water circulation. ഈ ടർബൈനിലുള്ള ഹീറ്റിനെ കണ്ടൻസ് ചെയ്ത് അതിനെ കോൾഡ് വാട്ടർ ഉപയോഗിച്ച് കണ്ടൻസ് ചെയ്ത് എക്സോസ്റ്റഡ് സ്റ്റീമിനെ അത് തണുപ്പിക്കുന്നു. ഇനി അടുത്ത ഭാഗം വരുന്നത് ആൾട്ടർനേറ്റർ. നെക്സ്റ്റ് വരുന്നത് ആൾട്ടർനേറ്റർ. ആൾട്ടർനേറ്ററിൽ ദ സ്റ്റീം ടർബൈൻ ഈസ് കപ്പിൾഡ് ടു ആൻ ആൾട്ടർനേറ്റർ. ഇവിടെ നോക്കിയാൽ അറിയാം സ്റ്റീം ടർബൈന് coupled to an alternator. The alternator converts mechanical energy into electrical energy. Alternator ടർബൈനിൽ നിന്ന് ഉള്ള മെക്കാനിക്കൽ എനർജിനെ ആൾട്ടർനേറ്റർ റൊട്ടേറ്റ് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. The electrical output from the alternator is delivered to bus bars through transformers, circuit breakers and isolators. Bus ബാറും ട്രാൻസ്ഫോമേഴ്സും ഐസൊലേറ്റേഴ്സും വഴി നമുക്ക് ഡെലിവേർഡ് ടു കൺസ്യൂമേഴ്സിനേക്ക് അത് ഡെലിവർ ചെയ്ത് കൊടുക്കുന്നു. ഇനി അടുത്തത് ഫീഡ് വാട്ടർ. അടുത്ത വരുന്നതാണ് ഫീഡ് വാട്ടർ. ദ കണ്ടൻസേറ്റ് ഫ്രം ദ കണ്ടൻസർ ഈസ് യൂസ്ഡ് ആസ് ഫീഡ് വാട്ടർ ടു ദ ബോയിലർ. Some water may be lost in the cycle which is suitably made up from external source. അപ്പോൾ ഇതില് ഫീഡ് വാട്ടർ എന്ന് പറയുന്നത് ദ കണ്ടൻസേറ്റ് ഫ്രം ദ കണ്ടൻസർ, അതായത് ഇതിൽ നിന്ന് കണ്ടൻസേറ്റ് ചെയ്തു വന്ന കണ്ടൻസർ ഈസ് യൂസ്ഡ് ആസ് ഫീഡ് വാട്ടർ ടു ദ ബോയിലർ. ഈസ് യൂസ്ഡ് ആസ് ഫീഡ് വാട്ടർ ടു ദ ബോയിലർ. ബോയിലറിലേക്ക് ഫീഡ് വാട്ടറായി യൂസ് ചെയ്യുന്നത് കണ്ടൻസേറ്റ് ചെയ്ത് റീസൈക്കിൾ ചെയ്തു വന്ന വാട്ടറാണ്. സം വാട്ടർ മേ ബി ലോസ്റ്റ് ഇൻ ദ സൈക്കിൾ, അതായത് നമുക്ക് ഇത് റൊട്ടേഷൻ ചെയ്തിട്ടാണ് നമ്മുടെ ഈ സ്റ്റീം പവർ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മേ ബി ഒന്നോ രണ്ടോ സൈക്കിൾ അല്ല, ഫസ്റ്റ് സൈക്കിളിൽ തന്നെ നമുക്ക് കുറച്ച് ജലം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അടുത്ത സൈക്കിളിൽ വീണ്ടും ജലം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെ വീണ്ടും റീസൈക്കിൾ ചെയ്തിട്ടാണ് ബോയിലറിലേക്ക് എത്തുന്നത്. ഇനി ലാസ്റ്റ് വരുന്നതാണ് കൂളിംഗ് അറേഞ്ച്മെന്റ്. ലാസ്റ്റ് വരുന്നതാണ് കൂളിംഗ് അറേഞ്ച്മെന്റ്. കൂളിംഗ് അറേഞ്ച്മെന്റിൽ ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ദ പ്ലാന്റ്, ദ സ്റ്റീം എക്സോസ്റ്റഡ് ഫ്രം ദ ടർബൈൻ ഈസ് കണ്ടൻസ്ഡ് ബൈ മീൻസ് ഓഫ് കണ്ടൻസർ. അതായത് പ്ലാന്റിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ സ്റ്റീം ടർബൈനിൽ നിന്ന് വരുന്ന സ്റ്റീമിനെ കണ്ടൻസ് ചെയ്ത് അതിനെ കണ്ടൻസർ ഉപയോഗിച്ചിട്ട് അതിനെ കണ്ടൻസ് ചെയ്തെടുക്കുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് ചോയ്സ് ഫോർ സൈറ്റ് ഫോർ സ്റ്റീം പവർ സ്റ്റേഷൻ. ചോയ്സ് ഓഫ് സൈറ്റ് ഫോർ സ്റ്റീം പവർ സ്റ്റേഷൻ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് വരുന്നത് സപ്ലൈ ഓഫ് ഫ്യൂവൽ. നമുക്കറിയാം നമുക്ക് ഇതിന് ഫ്യൂവൽ ആവശ്യമാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ദ സ്റ്റീം പവർ സ്റ്റേഷൻ ഷുഡ് ബി ലൊക്കേറ്റഡ് നിയർ ദ കോൾ മൈൻസ് സോ ദാറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഓഫ് ഫ്യൂവൽ ഈസ് മിനിമം. അപ്പോൾ സ്റ്റീം പവർ സ്റ്റേഷൻ എപ്പോഴും കോൾ മൈൻസ് ലൊക്കേറ്റ് ചെയ്തതിന്റെ അടുത്തായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഓഫ് ഫ്യൂവൽ
ഈസ് മിനിമം ആയിരിക്കും. ഇനി നെക്സ്റ്റ് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് വാട്ടർ. ഇവിടെ ആസ് ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് റിക്വയർഡ് ഫോർ ദ കണ്ടൻസർ. കണ്ടൻസറിന് നമുക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടർ ആവശ്യമാണ്. ദെർഫോർ സച്ച് എ പ്ലാന്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് അറ്റ് ദ ബാങ്ക് ഓഫ് റിവർ. അപ്പോൾ ഈ റിവറിന്റെ ഒക്കെ അടുത്തായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഇനി ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, നമ്മൾ മുന്നേ തന്നെ പറഞ്ഞതാണ്. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കോസ്റ്റ്, ഫ്യൂൽ കോസ്റ്റിന്റെ കാര്യത്തിൽ പറഞ്ഞതാണ്. ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, a steam power station requires the transportation of material and machinery. Therefore, adequate transportation facilities must exist. അപ്പോൾ സ്റ്റീം പവർ സ്റ്റേഷനിൽ അതിന്റെ മെഷീനറി മെറ്റീരിയൽസും അതെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അത്യാവശ്യത്തിന് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എല്ലാം ഉള്ള ഒരു ഭാഗത്തായിരിക്കണം നമ്മുടെ സ്റ്റീം പവർ പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ് ആൻഡ് ടൈപ്പ് ഓഫ് ലാൻഡ്. The steam power station should be located at a place where land is cheap and further extension, if necessary, is possible. Moreover, the bearing capacity of the ground should be adequate so that heavy equipment could be installed. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റീം പവർ സ്റ്റേഷന് ചീപ്പ് ലാൻഡിലായിരിക്കണം ലൊക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ലാൻഡിന്റെ കോസ്റ്റ് ചീപ്പായിരിക്കണം. ആൻഡ് ഫർദർ എക്സ്റ്റൻഷൻ, അതായത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം എക്സ്റ്റൻഷൻ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ, സൈറ്റിൽ എക്സ്റ്റൻഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എക്സ്റ്റൻഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കണം. പിന്നെ അത് മാത്രമല്ല, മോറോവർ ദ ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ ഗ്രൗണ്ടിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഹെവി എക്യുപ്മെന്റ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് നിയർനെസ് ടു ലോഡ് സെന്റേഴ്സ്. അതായത് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ട്രാൻസ്മിഷൻ കോസ്റ്റ്, ദ പ്ലാന്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് നിയർ ദ സെന്റർ ഓഫ് ദ ലോഡ്. അതായത് ലോഡ് സെന്ററിന്റെ ഒക്കെ അടുത്തായിരിക്കണം എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റ് വരുന്നത് ഡിസ്റ്റൻസ് ഫ്രം പോപ്പുലേറ്റഡ് ഏരിയ. അതായത് ഹ്യൂജ് എമൗണ്ട് ഓഫ് കോൾ ആണ് ഇവിടെ നമുക്ക് ബേൺ ചെയ്തെടുക്കുന്നത്. ആസ് ഹ്യൂജ് എമൗണ്ട് ഓഫ് കോൾ ഈസ് ബേൺഡ് ഇൻ എ സ്റ്റീം പവർ സ്റ്റേഷൻ, സ്മോക്ക് ആൻഡ് ഫ്യൂംസ് പൊല്യൂട്ട് ദ സറൗണ്ടിങ് ഏരിയ. ദിസ് നെസസിറ്റീസ് that the plant should be located at a considerable distance from the populated area. അപ്പോൾ പോപ്പുലേറ്റഡ് ഏരിയയിൽ നിന്ന് വളരെ ദൂരത്തായിരിക്കണം നമ്മുടെ സ്റ്റീം പവർ സ്റ്റേഷൻ. കാരണം അതിൽ നിന്ന് ഈ കോൾ ബേൺ ചെയ്തിട്ട് കുറെ സ്മോക്ക്, ഫ്യൂംസ്, പുകയും അങ്ങനത്തെ നല്ല സ്മെല്ല് ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്യാവശ്യത്തിന് ജനവാസമില്ലാത്ത ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കണം നമ്മുടെ സ്റ്റീം പവർ പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റീം പവർ പ്ലാന്റ്. അതിനെ കുറിച്ചാണ് നെക്സ്റ്റ്. അതിൽ ഫസ്റ്റ് നമുക്ക് അഡ്വാൻറ്റേജ് നോക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ്, ദ ഫ്യൂൽ യൂസ്ഡ് ഈസ് ക്വൈറ്റ് ചീപ്പ്. അതായത് നമുക്ക് ഇതിൽ ഒരുപാട് കോളിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ആയതിനാൽ നമുക്ക് കോള് വളരെ ചീപ്പായിട്ട് കിട്ടുന്നതായിരിക്കണം. പിന്നെ ലെസ് ഇനീഷ്യൽ കോസ്റ്റ് ആസ് കമ്പയർഡ് ടു അതർ ജനറേറ്റിംഗ് സ്റ്റേഷൻസ്. മറ്റുള്ള ജനറേറ്റിംഗ് സ്റ്റേഷനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനീഷ്യൽ കോസ്റ്റ് വളരെ കുറവായിരിക്കണം. നെക്സ്റ്റ്, കുറവായിരിക്കണം എന്നുള്ളതല്ല, കുറവാണ്. ഇനി അടുത്ത പോയിന്റ്, ഫസ്റ്റ് നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് അറ്റ് എനി പ്ലേസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ എക്സിസ്റ്റൻസ് ഓഫ് കോൾ. ദ കോൾ ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ് ടു ദ സൈറ്റ് ഓഫ് ദ പ്ലാന്റ് ബൈ റെയിൽ ഓർ റോഡ്. നമുക്ക് ഈ ഒരു പ്ലാന്റ് നമുക്ക് കോൾ എക്സിസ്റ്റ് ചെയ്യാത്ത പ്ലേസിൽ വരെ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമുക്ക് കോളോ അല്ലെങ്കിൽ എന്താണ് ഇതിൽ വേണ്ട കോള് നമുക്ക് ഈസിലി ട്രാൻസ്പോർട്ട് ചെയ്യാം. റെയിലാണെങ്കിലും റോഡ് വഴിയാണെങ്കിലും നമുക്ക് ഇത് ഈസിലി ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാം. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് റിക്വയേഴ്സ് ലെസ് സ്പേസ് ആസ് കമ്പയർഡ് ടു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന് വളരെ കുറച്ച് സ്പേസ് മതി. ഇനി ലാസ്റ്റ് പോയിന്റ്, ദ കോസ്റ്റ് ഓഫ് ജനറേഷൻ ഈസ് ലെസർ ദാൻ ദാറ്റ് ഓഫ് ഡീസൽ പവർ സ്റ്റേഷൻ. ഡീസൽ പവർ സ്റ്റേഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ കോസ്റ്റ് വളരെ കുറവാണ്. ഇനി നെക്സ്റ്റ് ഡിസ്അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ്, ഇറ്റ് പൊല്യൂട്ട്സ് ദ അറ്റ്മോസ്ഫിയർ ഡ്യൂ ടു പ്രൊഡക്ഷൻ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് സ്മോക്ക് ആൻഡ് ഫ്യൂംസ്. അതായത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റീം പവർ സ്റ്റേഷനിൽ ഇവിടെ
നമ്മൾ ചാരമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് വരുന്ന സ്മോക്കും ഫ്യൂംസും ഇതെല്ലാം അറ്റ്മോസ്ഫിയറിനെ വളരെ ഇതാണ് അറ്റ്മോസ്ഫിയറിനെ നന്നായി പൊല്യൂട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇനി അടുത്തത് രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് കോസ്റ്റ്ലിയർ ഇൻ റണ്ണിങ് കോസ്റ്റ് ആസ് കമ്പയർഡ് ടു ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ്. ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ റണ്ണിങ് കോസ്റ്റ് കുറച്ച് കോസ്റ്റ്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് ഇനി നമ്മുടെ രണ്ടാമത്തെ പവർ പ്ലാന്റ് ആണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. ഇപ്പോ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റില് നമുക്ക് അതിന്റെ ഫിഗർ ഒന്ന് ആദ്യം നോക്കാം. ഇതാണ് നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ ഒരു സ്കീമാറ്റിക് അറേഞ്ച്മെന്റ് ആയിട്ട് പറയുന്നത്. ഇവിടെ ഇലക്ട്രിക്കൽ എനർജി ഡെവലപ്പ് ചെയ്യുന്നത് ഹൈ ലെവലിലുള്ള വാട്ടർ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന വെള്ളത്തിന്റെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തിട്ടാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈ ലെവലിൽ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന വെള്ളത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എല്ലായിടത്തും ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് കാണാൻ കഴിയില്ല. അതിനുള്ള മെയിൻ ആയിട്ടുള്ള 2 റീസൺസ് ആണ്. ജലം ധാരാളമായി ലഭ്യമാകുന്ന സ്ഥലങ്ങളിലും അതുപോലെ ഡാം അതിനോട് അനുബന്ധ ഉപകരണങ്ങളും സ്ഥാപിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്ഥലം അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലും മാത്രമാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഉണ്ടാക്കുന്ന വൈദ്യുതിയുടെ അളവ് എത്രമാത്രം ജലമാണോ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡാമിന്റെ ഹൈറ്റ് ഇതിനൊക്കെ ആസ്പദമാക്കിയാവും അവിടെ എത്രമാത്രം എമൗണ്ട് ഓഫ് പവർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇനി ഇതിലെ പ്രധാന ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഇതിലെ പ്രധാന ഭാഗങ്ങൾ റിസർവോയർ, ഡാം, പിന്നെ സർജ് ടാങ്ക്, പിന്നെ ഒരു ചാനൽ ഉണ്ട്, പ്രഷർ ചാനൽ അല്ലെങ്കിൽ പ്രഷർ ടണൽ, പിന്നെ വാൾവ് ഹൗസ്, പെൻ സ്റ്റോക്ക്, പവർ ഹൗസ്, പിന്നെ റിവർ. പിന്നെ കേരളത്തിൽ ഇത് കാര്യമായി കാണുന്നത് ഇടമലയാർ, എറണാകുളം, ഇടുക്കി, കക്കാട്, കല്ലട, കുറ്റ്യാടി, പിന്നെ ലോവർ പെരിയാർ ഇടുക്കിയിൽ തന്നെ, മലങ്കര, നേര്യമംഗലം, പള്ളിവാസൽ, പിന്നെ പണിയാറ്, പിന്നെ പെരിങ്ങൽകുത്ത്, ശബരിഗിരി, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമുക്കിത് നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് കണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ പ്രധാനമായിട്ടും ഉള്ളത് ഒരു ഡാമാണ്. അപ്പോ ഈ ഡാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നദികളില്ലേ അതിന്റെ എല്ലാം കുറുകെയാണ് ഈ ഡാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഡാമിന് ഉള്ളിലാണ് വെള്ളം സ്റ്റോർ ചെയ്തു വെക്കുന്നത്. ഇത്തരത്തിൽ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന വെള്ളത്തിന് ഒരു വാട്ടർ ഹെഡ് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി. വെള്ളത്തിന്റെ കൈനറ്റിക് എനർജി ഉപയോഗിച്ച് ടർബൈനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനോട് അനുബന്ധമായിട്ടുള്ള ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇലക്ട്രിക്കൽ പവർ ജനറേറ്റ് ചെയ്യുന്നു. ആദ്യം നദിയുടെയോ തടാകത്തിന്റെയോ കുറുകെ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നു. ഈ ഡാമിൽ ഒഴുകി വരുന്ന ജലം റിസർവോയർ എന്ന ഭാഗത്ത് സ്റ്റോർ ചെയ്തു വെക്കുന്നു. റിസർവോയറിൽ നിന്നും ഒരു പൈപ്പിന്റെ സഹായത്തോടു കൂടി ജലത്തിനെ വാൾവ് ഹൗസിലേക്ക് എത്തിക്കുന്നു. അത്തരത്തിൽ കൊണ്ടുപോകുന്ന ആ സിസ്റ്റത്തിനെ പ്രഷർ ചാനൽ എന്നാണ് പറയുന്നത്. ഈ ഒരു സിസ്റ്റത്തിനെയാണ് പ്രഷർ ചാനൽ എന്ന് പറയുന്നത്. ഈ പ്രഷർ ചാനലിന്റെ സഹായത്തോടു കൂടി റിസർവോയറിൽ സൂക്ഷിച്ചിരിക്കുന്ന ഹൈ പ്രഷറിലുള്ള വെള്ളത്തെ വാൾവ് ഹൗസിലേക്ക് കൊണ്ടുവരുന്നു.
ഇവിടെ ഒരു അറേഞ്ച്മെന്റ് കാണുന്നുണ്ട്, സർജ് ടാങ്ക്. ഈ ഒരു സിസ്റ്റത്തിന്റെ ഇത് മെയിൻ ആയി യൂസ് ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രഷർ ചാനലിൽ നിന്ന് വാൾവ് ഹൗസിലേക്ക് ഹൈ പ്രഷറിൽ വെള്ളം പോകുന്നുണ്ട്. ആ വെള്ളത്തിന്റെ പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സർജ് ടാങ്ക് ഉപയോഗിക്കുന്നത്. വാൾവ് ഹൗസിൽ മെയിൻ ആയി 2 വാൾവാണുള്ളത്. വാൾവ് ഹൗസിൽ മെയിൻ സ്ലൂയിസ് വാൾവും ഓട്ടോമാറ്റിക് ഐസൊലേഷൻ വാൾവും. മെയിൻ സ്ലൂയിസ് വാൾവ് ഉപയോഗിക്കുന്നത് പെൻസ്റ്റോക്കിലേക്കുള്ള, ഇതാണ് നമ്മുടെ പെൻസ്റ്റോക്ക്. പെൻസ്റ്റോക്കിലേക്കുള്ള വെള്ളം നിയന്ത്രിക്കുക അല്ലെങ്കിൽ കട്ട് ഓഫ് ചെയ്യുക. അതിനു വേണ്ടിയാണ് മെയിൻ സ്ലൂയിസ് വാൾവ് ഉപയോഗിക്കുന്നത്. ഓട്ടോമാറ്റിക് ഐസൊലേഷൻ വാൾവ് യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും കാരണവശാൽ പെൻസ്റ്റോക്ക് പൊട്ടിപ്പോയാൽ ധാരാളം വാട്ടർ ലീക്കേജ് ഉണ്ടാവും. അതൊരു അപകട കാരണം ആവുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇമ്മീഡിയറ്റ് ആയി പെൻസ്റ്റോക്കിലേക്കുള്ള വെള്ളം കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഓട്ടോമാറ്റിക് ഐസൊലേഷൻ വാൾവ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ പെൻസ്റ്റോക്ക് ഒരു സ്റ്റീൽ അല്ലെങ്കിൽ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഡയമീറ്റർ ഉള്ള കട്ടിയുള്ള പൈപ്പാണ് പെൻസ്റ്റോക്ക്. ഹൈ പ്രഷറിൽ വരുന്ന വെള്ളത്തിനെ ഡയറക്റ്റ് ആയിട്ട് പവർ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. ഈ പെൻസ്റ്റോക്കിന്റെ സഹായത്തോടു കൂടിയാണ് പവർ സ്റ്റേഷൻ അറേഞ്ച്മെന്റിനുള്ളിൽ ഹൈ പ്രഷറിലുള്ള വെള്ളത്തിനെ വാൾവ് ഹൗസിൽ നിന്ന് പവർ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത്. പവർ സ്റ്റേഷൻ അറേഞ്ച്മെന്റിനുള്ളിലാണ് ടർബൈൻ ഉള്ളത്. ഇത്തരത്തിൽ വരുന്ന ഹൈ പ്രഷർ വാട്ടർ ഡയറക്റ്റ് വന്ന് ടർബൈനായിട്ട് കോണ്ടാക്ട് വരികയും അങ്ങനെ ഒരു വാട്ടർ പ്രഷറിന്റെ സഹായത്തോടു കൂടി ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുകയും ഇത്തരത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ടർബൈനുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ആൾട്ടർനേറ്റർ അഥവാ ജനറേറ്ററിനെ റൊട്ടേറ്റ് ചെയ്യുകയും അതിന്റെ ഫലമായി അവിടെ ഉണ്ടാവുന്ന മെക്കാനിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റുന്നു. ഇനി ലാസ്റ്റ് വരുന്നതാണ് ടെയിൽ റേസ്. ഇത്തരത്തിൽ ഹൈ പ്രഷറിൽ വരുന്ന വെള്ളം ടർബൈനിൽ തട്ടിയ ശേഷം വെള്ളം പുറത്തേക്ക് പോകുന്ന ഭാഗമാണ് ടെയിൽ റേസ്. ഇതെല്ലാമാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ. ഇനി നമുക്ക് നോക്കാം. A generating station which utilizes the potential energy of water at a high level for the generation of electrical energy is known as hydroelectric power plant. അപ്പോൾ വാട്ടറിന്റെ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഹൈ ലെവൽ, വാട്ടറിന്റെ പൊട്ടൻഷ്യൽ എനർജി ഉപയോഗിച്ച് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. A hydroelectric power station or power plant is a facility that generates electricity by using the energy of falling water. Falling waterന്റെ എനർജി ഉപയോഗിച്ചാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് hydroelectric power plant. In hydroelectric power plant, water head is created by constructing a dam across a river or lake. റിവറിലോ അല്ലെങ്കിൽ നദിയുടെയോ തടാകത്തിന്റെയോ അക്രോസ് ഒരു ഡാം നിർമ്മിച്ചിട്ട് അവിടെ ഒരു വാട്ടർ ഹെഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് കാണപ്പെടുന്നത് ഇനി ഫ്രം ദ ഡാം വാട്ടർ ഈസ് ലെഡ് ടു വാട്ടർ ടർബൈൻ. ഡാമിൽ നിന്ന് വാട്ടർ ടർബൈനിലേക്ക് കടത്തിവിടുന്നു. വാട്ടർ ടർബൈൻ ക്യാപ്ചേഴ്സ് ദ എനർജി ഓഫ് ദ ഫോളിംഗ് വാട്ടർ. നല്ല ഹൈറ്റിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നതിന്റെ ആ ഒരു എനർജി വാട്ടർ ടർബൈൻ ക്യാപ്ചർ ചെയ്യുന്നു. ഇറ്റ് ചേഞ്ചസ് ഹൈഡ്രോളിക് എനർജി ഇൻടു മെക്കാനിക്കൽ എനർജി. അത് ഹൈഡ്രോളിക് എനർജിനെ മെക്കാനിക്കൽ എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദ ടർബൈൻ ഡ്രൈവ്സ് ദ ആൾട്ടർനേറ്റർ വിച്ച് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ആ ടർബൈൻ ആൾട്ടർനേറ്ററിനെ റൊട്ടേറ്റ് ചെയ്യിച്ച് മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റുന്നു.
ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ ഇമ്പോർട്ടന്റ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ അതിൽ ഹൈഡ്രോളിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഇതിൽ വരുന്നത് ഡാം വരുന്നുണ്ട്, പിന്നെ സ്പിൽവേസ്, ഹെഡ് വർക്ക്, അതുപോലെ സർജ് ടാങ്ക്, പെൻ സ്റ്റോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായി ഒന്ന് നോക്കാം. അപ്പൊ ഇതിലിപ്പോ ഹൈഡ്രോളിക് സ്ട്രക്ചർ, പിന്നെ വാട്ടർ ടർബൈൻ, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്, അങ്ങനെ 3 ഭാഗങ്ങളാണ് വരുന്നത്. നമുക്ക് ഫസ്റ്റ് ഹൈഡ്രോളിക് സ്ട്രക്ചർ നോക്കാം. ഫസ്റ്റ് ഹൈഡ്രോളിക് സ്ട്രക്ചറിൽ ഡാം ആണ് വരുന്നത്. ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ നോക്കിയതാണ്. അതൊരു ബാരിയർ ആണ് വിച്ച് സ്റ്റോർസ് വാട്ടർ, മെയ്ഡ് ഓഫ് കോൺക്രീറ്റ് സ്റ്റോൺ. കോൺക്രീറ്റ് സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതാണ് നമ്മുടെ ഡാം. ഇനി നെക്സ്റ്റ് സ്പിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when the river flow exceeds the storage capacity, excess water is allowed to flow through the spillways. അതായത് നമ്മുടെ ഡാമിന്റെ മുകളിൽ ആണ് നമ്മുടെ സ്പിൽവേസ് ഉണ്ടാവുക. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റിവർ ഫ്ലോ എക്സീഡ്സ് ദ സ്റ്റോറേജ് കപ്പാസിറ്റി. അതായത് ഡാമിന് ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. ആ സ്റ്റോറേജ് കപ്പാസിറ്റിക്ക് മുകളിൽ വെള്ളം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പിൽവേസ് വഴി വെള്ളം ഒഴുകി പോകും എന്നാണ് പറയുന്നത്. സ്പിൽവേസ് വഴി വെള്ളം ഒഴുക്കി കളയുന്നു. ഇനി കൺസ്ട്രക്റ്റഡ് ഓൺ ടോപ്പ് ഓഫ് ദ ഡാം, അത് ഈ ഡാമിന്റെ ടോപ്പിലാണ് അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് സർജ് ടാങ്ക്. ഇറ്റ് ഈസ് എ സ്മോൾ ഓപ്പൺ ടാങ്ക്. സർജ് ടാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു. സർജ് ടാങ്ക് ഇവിടെയാണ് വരുന്നത്. സർജ് ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്മോൾ ഓപ്പൺ ടാങ്ക് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ലിമിറ്റ് ദ അബ്നോർമൽ പ്രഷർ ഇൻ ദ പെൻസ്റ്റോക്ക്. പെൻസ്റ്റോക്കിൽ വരുന്ന അബ്നോർമൽ പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർജ് ടാങ്ക് ഉപയോഗിക്കുന്നത്. ഇറ്റ് പ്രിവെന്റ്സ് ബേസ്റ്റിംഗ് ഓഫ് പെൻസ്റ്റോക്ക്. പെൻസ്റ്റോക്ക് പൊട്ടിപ്പോകുന്നതിനെ അത് പ്രിവെന്റ് ചെയ്യുന്നു. ഇനി അടുത്തത് വരുന്നത് പെൻസ്റ്റോക്ക് എന്താണെന്നാണ്. പെൻസ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതാണ് നമ്മൾ പെൻസ്റ്റോക്ക്. പെൻസ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വാൾവ് ഹൗസിൽ നിന്ന് പവർ സ്റ്റേഷനിലേക്ക് വാൾവ് ഹൗസിൽ നിന്ന് ടർബൈനിലേക്ക് വെള്ളം പവർ ഹൗസിലുള്ള ടർബൈനിന്റെ അതിലേക്ക് വെള്ളം ഒഴുക്കിവിടുന്ന ആ ഒരു സംവിധാനമാണ് നമ്മുടെ ടർബൈൻ എന്ന് പറയുന്നത്. ടർബൈൻ അല്ല, പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത്. ആ പെൻസ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are open or closed conduits which carries water to the turbine. ടർബൈനിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പൺ ഓർ ക്ലോസ്ഡ് ആയിട്ടുള്ള പൈപ്പുകളെയാണ് ഈ എന്ത് പറയുന്നത്, പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത്. മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റീൽ ഓർ കോൺക്രീറ്റ്. സ്റ്റീൽ ആവാം, കോൺക്രീറ്റ് ആവാം, അങ്ങനെ. ഇനി അടുത്തത് വരുന്നത് വാട്ടർ ടർബൈൻ. എ വാട്ടർ ടർബൈൻ യൂസ് ടു കൺവേർട്ട് ഹൈഡ്രോളിക് എനർജി ടു മെക്കാനിക്കൽ എനർജി. വാട്ടർ ടർബൈൻ സ്ഥാപിച്ചിരിക്കുന്നത് ഈ പവർ ഹൗസിന്റെ ഉള്ളിലാണ് വാട്ടർ ടർബൈൻ ഉള്ളത്. അപ്പോൾ വാട്ടർ ടർബൈൻ എന്ന് പറയുന്നത് വാട്ടർ ടർബൈൻ യൂസ് ടു കൺവേർട്ട് ഹൈഡ്രോളിക് എനർജി ടു മെക്കാനിക്കൽ എനർജി. ഹൈഡ്രോളിക് എനർജിനെ മെക്കാനിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാട്ടർ ടർബൈൻ യൂസ് ചെയ്യുന്നത്. മെയിൻലി 2 ടൈപ്സ് ഓഫ് വാട്ടർ ടർബൈൻ ഉള്ളത്. ഇമ്പൾസ് ടർബൈനും ഉണ്ട്, റിയാക്ഷൻ ടർബൈനും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇമ്പൾസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഫോർ ഹൈ ഹെഡ് ആണെങ്കിൽ അവിടെ ഇമ്പൾസ് ടർബൈൻ യൂസ് ചെയ്യും. അതിന് ഉദാഹരണമാണ് പെൽട്ടൺ വീൽ. ഇനി അല്ല, ലോ ആൻഡ് മീഡിയം ഹെഡ്സിനാണെങ്കിൽ നമ്മൾ അവിടെ റിയാക്ഷൻ ടർബൈനാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഫ്രാൻസിസ് ടർബൈനും കപ്ലാൻ ടർബൈനും. ഇനി അടുത്തത് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്. മൂന്നാമത്തെ പാർട്ട് വരുന്നത് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ആണ്. നമുക്കറിയാം ഇവിടെ ടർബൈനുമായി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആൾട്ടർനേറ്റർ അഥവാ ജനറേറ്റർ ആണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഇൻക്ലൂഡ്സ് ആൾട്ടർനേറ്റർ, ട്രാൻസ്ഫോമർ, സർക്യൂട്ട് ബ്രേക്കർ ആൻഡ് അതർ സ്വിച്ചിങ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഡിവൈസസ്. ഇതെല്ലാം നമ്മുടെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിൽ വരുന്നുണ്ട്. ഇനി അടുത്തതായി വരുന്നത് ചോയ്സ് ഓഫ് സൈറ്റ് ഫോർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷന്റെ സൈറ്റിന്റെ ചോയ്സിനെ കുറിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ അത് ഫസ്റ്റ് വൺ വരുന്നത് അവൈലബിലിറ്റി ഓഫ് വാട്ടർ. അതായത് ഇവിടെ ഫസ്റ്റ് വരുന്നത് അവൈലബിലിറ്റി ഓഫ് വാട്ടർ. റിക്വയർ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. നമുക്കറിയാം ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ്, അപ്പൊ നമുക്ക് ധാരാളം വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. ഇനി അപ്പൊ വെള്ളം ആവശ്യമുള്ള സ്ഥലങ്ങളിലായിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി നെക്സ്റ്റ് വരുന്നത് പ്ലാന്റ് ഷുഡ് ബി ബിൽഡ് അറ്റ് എ പ്ലേസ് വേർ അഡ്വക്കേറ്റ് വാട്ടർ ഈസ് അവൈലബിൾ അറ്റ് എ ഗുഡ് ഹെഡ്. അതായത് നന്നായിട്ട് വെള്ളം
ഇനി നെക്സ്റ്റ് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? പ്ലാന്റ് ഷുഡ് ബി ബിൽഡ് അറ്റ് എ പ്ലേസ് വെർ അഡ്യൂക്കേറ്റ് വാട്ടർ ഈസ് അവൈലബിൾ അറ്റ് എ ഗുഡ് ഹെഡ്. നല്ല നിലയിൽ വെള്ളം ലഭിക്കുന്ന സ്ഥലത്തായിരിക്കണം പ്ലാന്റ് നിർമ്മിക്കുന്നത്. പിന്നെ സ്റ്റോറേജ് ഓഫ് വാട്ടർ. രണ്ടാമത്തെ കാര്യം പറയുന്നത് സ്റ്റോറേജ് ഓഫ് വാട്ടർ. ഇറ്റ് ഈസ് നെസസറി ടു സ്റ്റോർ വാട്ടർ ബൈ കൺസ്ട്രക്ടിങ് എ ഡാം ഇൻ ഓർഡർ ടു എൻഷുർ ദ ജനറേഷൻ ഓഫ് പവർ ത്രൂ ഔട്ട് ദ ഇയർ. അതായത് വർഷത്തിൽ മുഴുവനും നമുക്ക് പവർ ജനറേഷൻ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി അത്യാവശ്യത്തിന് അല്ല, അതിൽ കൂടുതൽ വെള്ളം കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം ഡാം കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഇനി കോസ്റ്റ് ആൻഡ് ടൈപ്പ് ഓഫ് ലാൻഡ്. ലാൻഡ് ഫോർ പ്ലാന്റ് കൺസ്ട്രക്ഷൻ ഷുഡ് ബി അവൈലബിൾ അറ്റ് എ റീസണബിൾ റേറ്റ്. റീസണബിൾ അതായത് റേറ്റ് കുറഞ്ഞ രീതിയിൽ എന്നുള്ളത് ആയിരിക്കണം നമ്മുടെ ലാൻഡ് നോക്കാൻ. പ്ലാന്റ് കൺസ്ട്രക്ട് ചെയ്യേണ്ട ലാൻഡ് റീസണബിൾ ആയ റേറ്റിലായിരിക്കണം. നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി. സൈറ്റ് ഫോർ പ്ലാന്റ് ഷുഡ് ബി ആക്സസിബിൾ ബൈ റെയിൽ ആൻഡ് റോഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മെഷീനറീസ് എല്ലാം ഉപയോഗിക്കുന്നത് കാരണം പ്ലാന്റ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എല്ലാം ഉള്ള സ്ഥലത്തായിരിക്കണം നിർമ്മിക്കേണ്ടത്. ഇനി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വയേഴ്സ് നോ ഫ്യൂൽ ആസ് വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി നമ്മൾ ഇവിടുന്ന് വെള്ളത്തിന്റെ സഹായത്താലാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. ആയതിനാൽ നമുക്ക് ഫ്യൂവലിന്റെ ആവശ്യമില്ല. രണ്ടാമത്തെ പോയിന്റ്, നോ സ്മോക്ക് ഓർ ആഷ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇവിടെ സ്മോക്ക് അല്ലെങ്കിൽ ആഷ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. റിക്വയേഴ്സ് വെരി സ്മോൾ റണ്ണിംഗ് ചാർജസ് ബിക്കോസ് വാട്ടർ ഈസ് എ സോഴ്സ് ഓഫ് എനർജി. വളരെ കുറച്ച് റണ്ണിംഗ് കോസ്റ്റ് ആണ്, വളരെ ചെറിയ റണ്ണിംഗ് ചാർജ് ആണ് ഇതിനുള്ളത്. കാരണം ഇതിൽ മെയിൻ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് വെള്ളമാണ്. സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ ആൻഡ് റിക്വയേഴ്സ് ലെസ് മെയിൻ്റനൻസ്. വളരെ ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. അതുപോലെ മെയിൻ്റനൻസ് ചെറിയ മെയിൻ്റനൻസേ ഉണ്ടാവാറുള്ളൂ. ഡു നോട്ട് റിക്വയർ ലോങ് സ്റ്റാർട്ടിംഗ് ടൈം. ഒരുപാട് വലിയ സ്റ്റാർട്ടിംഗ് ടൈം ഒന്നും ഇത് എടുക്കാറില്ല. ഇറ്റ് ഈസ് റോബസ്റ്റ് ആൻഡ് ഹാസ് ലോങ്ങർ ലൈഫ്. ഇതിന് വളരെ ലോങ്ങർ ആയ ലൈഫാണ് കണ്ടിട്ടുള്ളത്. ഇനി ഡിസ്അഡ്വാൻറ്റേജസ്. ഇൻവോൾവ്സ് ഹൈ ക്യാപിറ്റൽ കോസ്റ്റ് ഡ്യൂ ടു കൺസ്ട്രക്ഷൻ ഓഫ് ഡാം. ഡാമിന്റെ കൺസ്ട്രക്ഷൻ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹൈ ക്യാപിറ്റൽ കോസ്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് പോയിന്റ്, ദർ ഈസ് അൺസർട്ടനിറ്റി അബൌട്ട് ദ അവൈലബിലിറ്റി ഓഫ് ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടർ ഡ്യൂ ടു ഡിപെൻഡൻസ് ഓൺ വെതർ കണ്ടീഷൻസ്. വെതർ കണ്ടീഷൻസിനെ ആശ്രയിച്ചിരിക്കും ജലത്തിന്റെ ലഭ്യത എങ്ങനെ ഉണ്ടാവുമെന്നുള്ളത്. ഇനി മൂന്നാമത്തെ പോയിന്റ്, സ്കിൽഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് ആർ റിക്വയർഡ് ടു ബിൽഡ് ദ പ്ലാന്റ് നിർമ്മിക്കാൻ നന്നായിട്ട് സ്കിൽഡ് പേഴ്സൺസിനെ വേണം സെലക്ട് ചെയ്യാൻ. ഇനി ലാസ്റ്റ് പോയിന്റ്, റിക്വയേഴ്സ് ഹൈ കോസ്റ്റ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻസ് ആസ് ദ പ്ലാന്റ് ലൊക്കേറ്റഡ് ഇൻ ഹില്ലി ഏരിയാസ് വിച്ച് ആർ ക്വൈറ്റ് അവേ ഫ്രം കൺസ്യൂമേഴ്സിൽ നിന്ന് വളരെയധികം ദൂരത്തിൽ ആയിരിക്കും ഈ പ്ലാന്റ് നിർമ്മിക്കുന്നത്. കാരണം ഇത് നല്ല ഹില്ലി ഏരിയാസിലാണ് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യാറുള്ളത്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് വരുന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതില് ഫസ്റ്റ്, എ ജനറേറ്റിംഗ് സ്റ്റേഷൻ വിച്ച് കൺവേർട്സ് ന്യൂക്ലിയർ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ഈസ് നോൺ ആസ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ ആറ്റോമിക് പവർ സ്റ്റേഷൻ. എന്താ പറയുന്നത്? ജനറേറ്റിംഗ് സ്റ്റേഷൻ വിച്ച് കൺവേർട്സ് ന്യൂക്ലിയർ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ന്യൂക്ലിയർ എനർജിനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മുടെ ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ ഇൻ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഹെവി എലമെന്റ്സ് ലൈക്ക് യുറേനിയം, തോറിയം ആർ സബ്ജക്റ്റഡ് ടു ന്യൂക്ലിയർ ഫിഷൻ ഇൻ ആൻ അപ്പാരറ്റസ് കോൾഡ് ന്യൂക്ലിയർ റിയാക്ടർ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന യുറേനിയം അല്ലെങ്കിൽ തോറിയം പോലെയുള്ള എലമെന്റ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് ടു ന്യൂക്ലിയർ ഫിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇൻ ആൻ അപ്പാരറ്റസ് കോൾഡ് ന്യൂക്ലിയർ റിയാക്ടർ. ഈ ന്യൂക്ലിയർ റിയാക്ടറിൽ ന്യൂക്ലിയർ ഫിഷൻ നടക്കാൻ വേണ്ടിയിട്ട് യുറേനിയം അല്ലെങ്കിൽ തോറിയം പോലെയുള്ള എലമെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു ന്യൂക്ലിയർ എനർജി ലൈക്ക് യുറേനിയം അല്ലെങ്കിൽ തോറിയം പോലെയുള്ള ഹ്യൂജ് ആയിട്ടുള്ള ആറ്റംസിനെ ന്യൂട്രോണുമായി ബോംബാർഡ് ചെയ്തുകൊണ്ട്
അതിനെ സ്പ്ലിറ്റ് ചെയ്യും. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇതിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ആവും. ഈ എനർജി ഉപയോഗിച്ച് സ്റ്റീം ക്രിയേറ്റ് ചെയ്യുകയും ഈ സ്റ്റീം കാരണം ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുകയും ഇങ്ങനെ ഉണ്ടാകുന്ന മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന പ്രോസസ്സിനെ ന്യൂക്ലിയർ ഫിഷൻ എന്നാണ് പറയുന്നത്. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ആറ്റത്തിനെ ന്യൂട്രോണുമായി, ന്യൂക്ലിയർ റിയാക്ടറിലാണ് ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നത്. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ആറ്റത്തിനെ ന്യൂട്രോണുമായി ബോംബാർഡ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ആറ്റമാക്കി മാറ്റുന്ന പ്രോസസ്സാണ്. ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന അപ്പാരറ്റസിനെയാണ് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താ വെച്ചാൽ ഈ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഹെവി എലമെന്റ്സ് ലൈക്ക് യുറേനിയം, തോറിയം ആർ സബ്ജക്റ്റഡ് ടു ന്യൂക്ലിയർ ഫിഷൻ ഇൻ ആൻ അപ്പാരറ്റസ് കോൾഡ് ന്യൂക്ലിയർ റിയാക്ടർ. അപ്പൊ ന്യൂക്ലിയർ റിയാക്ടറിലാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത്. അതിനുള്ളിൽ ഹെവി എലമെന്റ്സ് ലൈക്ക് യുറേനിയം അല്ലെങ്കിൽ തോറിയം പോലെയുള്ള വലിയ എലമെന്റ്സിനെ ന്യൂക്ലിയർ ഫിഷനിലേക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കിംഗ് അപ്പ് ഓഫ് heavy atoms into two parts with release of huge energy when uranium is bombarded with neutron is called nuclear fission. So breaking up of heavy atoms into two parts, അതായത് heavy atoms ഇവിടെ ഉപയോഗിക്കുന്നത് യുറേനിയം അല്ലെങ്കിൽ തോറിയം അതുപോലെയുള്ള ആറ്റംസിനെ രണ്ട് പാർട്സ് ആക്കി മാറ്റി വിത്ത് റിലീസ് ഓഫ് ഹ്യൂജ് എനർജി, ആ രണ്ട് പാർട്സ് ആക്കിയിട്ട് ബോംബാർഡ് ചെയ്യുന്ന സമയത്ത് ഹ്യൂജ് എനർജി റിലീസ് ചെയ്യുന്നു. When uranium is bombarded with neutron is called nuclear fission. അതിനെയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്, ഈ ഒരു പ്രോസസ്സിനെ. ഇനി യുറേനിയം പ്ലസ് ന്യൂട്രോൺ, യുറേനിയവും ന്യൂട്രോണും തമ്മിൽ ബോംബാർഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആറ്റംസ് രണ്ടെണ്ണായി ബ്രേക്ക് ചെയ്യുന്നു, പ്ലസ് ഹൈ ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നു. ഇറ്റ് occurs as chain reaction. അതിനുള്ള ചെയിൻ റിയാക്ഷൻ ആയിട്ടാണ് നടക്കുന്നത്. This huge heat energy is used for producing steam at high temperature and pressure. അപ്പോൾ ഇങ്ങനെയുള്ള ഹീറ്റ് എനർജി ഉപയോഗിക്കുന്നത് ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഹൈ ടെമ്പറേച്ചറിലും പ്രഷറിലുമുള്ള സ്റ്റീമാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദസ് സ്റ്റീം റൺസ് ദ സ്റ്റീം ടർബൈൻ വിച്ച് കൺവേർട്സ്. അങ്ങനെ നമ്മുടെ ഇതിൽ നിന്ന് ഹൈ ഹീറ്റ് എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനെ വീണ്ടും ഹീറ്റ് വർദ്ധിപ്പിക്കുന്നു. ആ ഹീറ്റിനെ നമ്മൾ ടർബൈനിലേക്ക് കടത്തിവിട്ട് ടർബൈൻ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നു. ടർബൈൻ ബ്ലേഡ്സ് റൊട്ടേറ്റ് ചെയ്ത് അത് നേരെ കപ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ബന്ധിപ്പിച്ചിരിക്കുന്ന ആൾട്ടർനേറ്ററുമായി യോജിച്ച് അത് ആൾട്ടർനേറ്റർ റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇലക്ട്രിക്കൽ എനർജി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ പ്രവർത്തനം. അപ്പോൾ thus the steam runs a steam turbine which converts steam energy into mechanical energy. അങ്ങനെ ഇവിടെ സ്റ്റീം റൺസ് സ്റ്റീം ടർബൈനെ സ്റ്റീം റൺ ചെയ്യുന്നു. അങ്ങനെ അതിനുള്ളിൽ മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ടർബൈൻ കണക്റ്റഡ് ടു ആൾട്ടർനേറ്റർ കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. അങ്ങനെ ടർബൈനെ കണക്ട് ആക്കിയിട്ടുള്ള ഈ ആൾട്ടർനേറ്റർ റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇലക്ട്രിക്കൽ എനർജി നമുക്ക് ലഭിക്കുന്നു. ഇനി സ്കീമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. ഇനി കൺസ്ട്രക്ഷൻ ഓഫ് ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ ഇമ്പോർട്ടന്റ് ആയി വരുന്നത് ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ, പിന്നെ സ്റ്റീം ടർബൈൻ, ഹീറ്റ് എക്സ്ചേഞ്ചർ, ആൾട്ടർനേറ്റർ, അതൊക്കെയാണ്. നമുക്ക് നോക്കാം. ന്യൂക്ലിയർ റിയാക്ടർ, ഇതാണ് ന്യൂക്ലിയർ റിയാക്ടർ. പിന്നെ വരുന്നത് ഹീറ്റ് എക്സ്ചേഞ്ചർ, പിന്നെ സ്റ്റീം ടർബൈൻ, ലാസ്റ്റ് വരുന്നത് നമ്മുടെ ആൾട്ടർനേറ്റർ. അതിൽ ഫസ്റ്റ് പറയുന്നത് ന്യൂക്ലിയർ റിയാക്ടറിനെ കുറിച്ചാണ്. ഇതാണ് ന്യൂക്ലിയർ റിയാക്ടറിൽ ഇറ്റ് ഈസ് ആൻ അപ്പാരറ്റസ്. നമുക്കറിയാം ന്യൂക്ലിയർ ഫിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു അപ്പാരറ്റസ് ആണ് ന്യൂക്ലിയർ ഫിഷൻ എന്നുള്ളത്. ഇതിൽ കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ ആണ് ഇതിനുള്ളിൽ നടക്കുന്നത്. ഇഫ് ചെയിൻ റിയാക്ഷൻ ഈസ് നോട്ട് കൺട്രോൾഡ്, ഈ ചെയിൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ there will be an explosion due to fast release of energy. അപ്പോൾ ചെയിൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു എക്സ്പ്ലോഷൻ തന്നെ ഉണ്ടാവും ഡ്യൂ ടു ഫാസ്റ്റ് റിലീസ് ഓഫ് എനർജി. ഇതിൽ ഇമ്പോർട്ടന്റ് ആയി വരുന്നത് മോഡറേറ്റർ, കൂളന്റ്, കൺട്രോൾ റോഡ്സ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്
മോഡറേറ്റർ ഉണ്ട്, കൂളന്റ് ഉണ്ട്, കൺട്രോൾ റോഡ്സ് ഉണ്ട്, ആൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഹീറ്റ് എക്സ്ചേഞ്ചർ കൂടി ഇതിൽ നമുക്ക് വരുന്നുണ്ട്. ഇനി ഫസ്റ്റ് മോഡറേറ്ററിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഹീറ്റ് എക്സ്ചേഞ്ചർ ആർ ഇമ്പോർട്ടൻറ്റ് പാർട്സ്. ഇനി ഫസ്റ്റ് മോഡറേറ്റർ. ഹിയർ ഗ്രാഫൈറ്റ്, ഹെവി വാട്ടർ, കാർബൺ ആർ യൂസ്ഡ് ആസ് മോഡറേറ്റേഴ്സ്. ഇവിടെ മോഡറേറ്റർ ആയി നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ ഹെവി വാട്ടർ, കാർബൺ യൂസ്ഡ് ആസ് മോഡറേറ്റർ. ഇനി സ്ലോസ് ഡൗൺ ദ ന്യൂട്രോൺസ് ബിഫോർ ദേ ബോംബാർഡഡ് വിത്ത് യുറേനിയം. യുറേനിയമായിട്ട് ബോംബാർഡ് ചെയ്യുന്നതിന് മുന്നേ ന്യൂട്രോണിനെ മോഡറേറ്റ് ചെയ്യുന്ന ആ ഒരു വർക്കാണ് ഇവിടെ മോഡറേറ്റർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് കൺട്രോൾ റോഡ്സ്. ഇവിടെ കാഡ്മിയം, ബോറോൺ, ഹാഫ്നിയം അങ്ങനെയുള്ള എലമെന്റ്സ് ആണ് ഇവിടെ കൺട്രോൾ റോഡ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സ്ട്രോങ് ന്യൂട്രോൺ അബ്സോർബർ. ഇതൊരു ന്യൂട്രോണിന്റെ അതിശക്തമായ ഒരു അബ്സോർബർ ആണ് ഈ കൺട്രോൾ റോഡ് എന്ന് പറയുന്നത്. അത് കാഡ്മിയം, ബോറോൺ, ഹാഫ്നിയം അങ്ങനെയുള്ള സബ്സ്റ്റൻസസ് ആണ് ഇതിവിടെ ഉപയോഗിക്കുന്നത്. ഇനി കൺട്രോൾ റോഡ്സ് ആർ മൂവ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ഫോർ കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ. ഈ കൺട്രോൾ റോഡ്സ് മൂവിങ് അപ്പ് ആൻഡ് ഡൗൺ, മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്നുണ്ട് ഫോർ കൺട്രോളിങ് ചെയിൻ റിയാക്ഷൻ. ചെയിൻ റിയാക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. റെഗുലേറ്റ് ദ സപ്ലൈ ഓഫ് ന്യൂട്രോൺസ് ഫോർ ഫിഷൻ. ഫിഷന് വേണ്ടിയിട്ട് ന്യൂട്രോൺസിന്റെ സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് കൂളന്റ്. കൂളന്റ് എന്ന് പറയുന്നത് വാട്ടർ ഓർ സോഡിയം ഈസ് യൂസ്ഡ് ആസ് കൂളന്റ്. ഇവിടെ കൂളന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് വെള്ളം അല്ലെങ്കിൽ സോഡിയം, അതാണ്. കൂളന്റ് ക്യാരീസ് ഹീറ്റ് ടു ദ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് കൂളന്റിനെ ഹീറ്റിനെ അതായത് കൂളന്റ് ക്യാരീസ് ഹീറ്റ് ടു ദ ഹീറ്റ് എക്സ്ചേഞ്ചർ. കൂളന്റ് ക്യാരീസ് വാട്ടർ ടു ദ ഹീറ്റ് എക്സ്ചേഞ്ചർ. കൂളന്റ് ഇതിൽ നിന്നുള്ള ഹീറ്റിനെ എക്സ്ചേഞ്ചറിലേക്ക് കടത്തിവിടുന്നു. ഹീറ്റ് പ്രൊഡ്യൂസ് ഇൻ ദ റിയാക്ടർ ഈസ് റിമൂവ്ഡ് ബൈ ദ കൂളന്റ്. ഹീറ്റ് റിയാക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ കൂളന്റ് റിമൂവ് ചെയ്യുന്നു. ഇനി അടുത്തത് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂളന്റ് ഗിവ്സ് അപ്പ് ദ ഹീറ്റ് ടു ദ ഹീറ്റ് എക്സ്ചേഞ്ചർ. കൂളന്റിന്റെ ഹീറ്റിനെ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് നൽകുന്നു. ദസ് സ്റ്റീം ഈസ് പ്രൊഡ്യൂസ്ഡ്. അവിടെ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഓർഡിനറി വാട്ടർ ഓർ ഹെവി വാട്ടർ ഈസ് യൂസ്ഡ് ആസ് കൂളന്റ്. ഇവിടെ ഒറിജിനൽ വാട്ടർ അല്ലെങ്കിൽ ഹെവി വാട്ടർ, ഓർഡിനറി വാട്ടർ അല്ലെങ്കിൽ ഹെവി വാട്ടർ ആണ് ഇവിടെ കൂളന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റീം ടർബൈൻ. ഇവിടെ ഓർഡിനറി വാട്ടർ അല്ലെങ്കിൽ ഹെവി വാട്ടർ ആണ് ഇവിടെ കൂളന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് സ്റ്റീം ടർബൈനെ കുറിച്ചാണ്. ഹീറ്റ് എക്സ്ചേഞ്ചർ കഴിഞ്ഞു, സ്റ്റീം ടർബൈൻ. സ്റ്റീം പ്രൊഡ്യൂസ് ഈസ് ഫെഡ് ടു ദ സ്റ്റീം ടർബൈൻ. ടർബൈൻ കൺവേർട്സ് സ്റ്റീം എനർജി ടു മെക്കാനിക്കൽ എനർജി. ഇവിടെ വരുന്നത് സ്റ്റീം പ്രൊഡ്യൂസ്ഡ് ഈസ് ഫെഡ് ടു ദ സ്റ്റീം ടർബൈൻ. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സ്റ്റീം നേരെ നമ്മുടെ ഫിഗറിൽ സ്റ്റീം ടർബൈനിലേക്ക് കടത്തിവിടുന്നു. ടർബൈൻ വിച്ച് കൺവേർട്ട് സ്റ്റീം എനർജി ഇൻടു മെക്കാനിക്കൽ എനർജി. ടർബൈനിൽ അത് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി ആൾട്ടർനേറ്റർ ആണ് ലാസ്റ്റ് വരുന്ന പോയിന്റ്. ആൾട്ടർനേറ്റർ ഇറ്റ് കൺവേർട്ട്സ്, നമുക്കറിയാം മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നു. ഔട്ട്പുട്ട് കൺസ്യൂമേഴ്സിന് ട്രാൻസ്ഫോമർ, ബസ് ബാർ, സർക്യൂട്ട് ബ്രേക്കർ, ഐസൊലേറ്റേഴ്സ് അങ്ങനെ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നു. ഇനി സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ന്യൂക്ലിയർ പവർ സ്റ്റേഷന്റെ സൈറ്റ് സെലക്ഷൻ ആണ് ഇനി നെക്സ്റ്റ് വരുന്നത്. അതിൽ ആദ്യം വരുന്നത് അവൈലബിലിറ്റി ഓഫ് വാട്ടർ ആണ്. അവൈലബിലിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് അവൈലബിലിറ്റി ഓഫ് വാട്ടർ ആണ്. അവൈലബിലിറ്റി ഓഫ് വാട്ടറിൽ ആസ് സഫിഷ്യന്റ് വാട്ടർ ഈസ് റിക്വയർഡ് for cooling purposes, plants should be located where huge quantity of water is available.
ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് വെള്ളത്തിന്റെ അവൈലബിലിറ്റിനെ കുറിച്ചാണ്. അതെന്താ, ആസ് സഫീഷ്യന്റ് വാട്ടർ ഈസ് റിക്വയർഡ്. കൂളിംഗ് പർപ്പസിന് നമുക്ക് അത്യാവശ്യത്തിന് വെള്ളം വേണം. അതുകൊണ്ട് പ്ലാന്റ് വെള്ളം ധാരാളമായി ലഭിക്കുന്ന സ്ഥലങ്ങളിൽ വേണം ലൊക്കേറ്റ് ചെയ്യാന്. രണ്ടാമത്തെ പോയിന്റ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്. വേസ്റ്റ് ഡിസ്പോസലിനെ കുറിച്ചാണ് രണ്ടാമത്തെ പോയിന്റ്. ദ വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫിഷൻ ഇൻ എ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഈസ് റേഡിയോ ആക്റ്റീവ് വിച്ച് മസ്റ്റ് ബി disposed of properly to avoid health hazards. Therefore, site selected for plant should have adequate arrangement for disposal of radioactive waste. ഇതിൽ പറയുന്നതാണ് വേസ്റ്റ്, അതായത് ന്യൂക്ലിയർ ഫിഷനാണ് അവിടെ നടക്കുന്നത് പവർ പ്ലാന്റിൽ. അപ്പോൾ ഹൈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് നമുക്ക് അവിടെ ന്യൂക്ലിയർ ഫിഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വേസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഹൈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്. ഡിസ്പോസ്ഡ് ഓഫ് അത് എന്താണ്, വിച്ച് മസ്റ്റ് ബി ഡിസ്പോസ്ഡ് ഓഫ് പ്രോപ്പർലി ടു അവോയ്ഡ് ഹെൽത്ത് ഹസാർഡ്സ്. ധാരാളം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ന്യൂക്ലിയർ എലമെന്റ് ആണ് അവിടെ ബോംബാർഡ് ചെയ്യുന്നത്. Therefore, site selected for plant should have adequate arrangement for disposal of radioactive waste. Radioactive waste എല്ലാം ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് ഉള്ള സ്ഥലത്തായിരിക്കണം പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് ഡിസ്റ്റൻസ് ഫ്രം പോപ്പുലേറ്റഡ് ഏരിയാസ്. പോപ്പുലേറ്റഡ് ഏരിയാസിൽ നിന്ന്, അതായത് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. Distance site selected for plant should be away from populated areas where there is danger of presence of radioactivity in atmosphere near the plant. പ്ലാന്റിനടുത്ത് ജനവാസം ഇല്ല എന്നുള്ളത് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യമാണ്. കാരണം അവിടുന്ന് റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. അപ്പോ ഇതിൽ പറയുന്നത് സൈറ്റ് ഫോർ പ്ലാന്റ് ഷുഡ് ഹാവ് അഡ്വക്കേറ്റ് ഫെസിലിറ്റീസ് ടു ട്രാൻസ്പോർട്ട് ഹെവി എക്യുപ്മെന്റ് ഡ്യൂറിങ് ഇറക്ഷൻ. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഹെവി എക്യുപ്മെന്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്ന സമയത്ത് നമുക്ക് ഹെവി എക്യുപ്മെന്റ്സ് എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എല്ലാം ഉള്ള സ്ഥലത്ത് വേണം ഇത് സ്ഥാപിക്കാൻ. ഇനി അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് പറയുന്നത് അഡ്വാൻറ്റേജില് ഫസ്റ്റ് amount of fuel required is quite small. Amount of fuel required is quite small. വളരെ കുറച്ച് ഫ്യൂൽ ഇതിന് ആവശ്യമുള്ളൂ. It has low running charges as a small amount of fuel is used for producing bulk electrical energy. ബൾക്ക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എനർജി അപ്പോ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് ഇവിടെ അതായത് ചെറിയ എമൗണ്ട് ഫ്യൂൽ മാത്രമാണ് ഇവിടെ ബൾക്ക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ചെറിയ എമൗണ്ട് ഫ്യൂൽ മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് റണ്ണിങ് കോസ്റ്റ് കുറവാണ്. നെക്സ്റ്റ് പോയിന്റ്, this type of plant is very economical for producing bulk electrical power. ബൾക്ക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വളരെ ഇക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്. It can be located near, next point, it can be located near the load centers because it does not require large quantities of water and need not be near coal mines. Coal minesന്റെ അടുത്തോ ധാരാളമായി വെള്ളത്തിന്റെ ലഭ്യതയോ ഇത്തരത്തിലുള്ള പവർ പ്ലാന്റിന് ആവശ്യമില്ല. ആയതിനാൽ നമുക്ക് ലോഡ് സെന്ററിന്റെ അടുത്ത് ലോഡ് സെന്ററിലെ അടുത്ത് തന്നെ നമുക്കിത് സ്ഥിതി ചെയ്യാം.
ഇനി അടുത്ത പോയിന്റ്, there are large deposits of nuclear fuels available all over the world. Therefore, such plants can ensure continued supply of electrical energy for thousands of years. അപ്പോൾ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ലാർജ് ഡെപ്പോസിറ്റ്സ് ഓഫ് ന്യൂക്ലിയർ ഫ്യൂൽസ് ഓൾ ഓവർ ദ വേൾഡ്, അതായത് വേൾഡ് മുഴുവനും ധാരാളം ന്യൂക്ലിയർ ഫ്യൂൽസിന്റെ അവൈലബിലിറ്റി ഉണ്ട്. ആയതിനാൽ കണ്ടിന്യൂറ്റി സപ്ലൈ, നമുക്ക് ഇലക്ട്രിക്കൽ എനർജിയുടെ കണ്ടിന്യൂറ്റി സപ്ലൈ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സിന് നമുക്ക് നൽകാൻ സാധിക്കും. ഇനി അടുത്തത് ഡിസഡ്വാൻറ്റേജസ്. ഇവിടെ ഫ്യൂൽ യൂസ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് ഈസ് ഡിഫിക്കൽട്ട് ടു റിക്കവർ. അതായത് ഫ്യൂല് ഇവിടെ വളരെ എക്സ്പെൻസീവ് ആണ്. ഇനി രണ്ടാമത്തെ, ഫ്യൂല് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വളരെ എക്സ്പെൻസീവ് ആണെന്നാണ് ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ്, ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഈസ് വെരി ഹൈ ആസ് കമ്പയർഡ് ടു അതർ ടൈപ്സ് ഓഫ് പ്ലാന്റ്. അപ്പോൾ മറ്റുള്ള പ്ലാന്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ കോസ്റ്റ് വളരെ കൂടുതലാണ്. അത് ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനി അടുത്തത്, ഫിഷൻ ബൈ പ്രൊഡക്ട്സ് ആർ ജനറലി റേഡിയോ ആക്റ്റീവ് ആൻഡ് മേ കോസ് ഡേഞ്ചറസ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ. അപ്പോൾ ഫിഷനിൽ നിന്ന് ഉണ്ടാകുന്ന, ന്യൂക്ലിയർ ഫിഷൻ വഴി ഉണ്ടാകുന്ന ബൈ പ്രൊഡക്ട്സ് എല്ലാം ഹൈലി റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഡേഞ്ചറസ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ഫോർത്ത് പോയിന്റ്, മെയിൻ്റെനൻസ് ചാർജസ് ആർ ഹൈ ഡ്യൂ ടു ലാക്ക് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ. മെയിൻ്റെനൻസ് ചാർജ് കൂടുതലാണ്. ഇനി അടുത്ത പോയിന്റ് വരുന്നത്, ദ ഡിസ്പോസൽ ഓഫ് ബൈ പ്രൊഡക്ട്സ് വിച്ച് ആർ റേഡിയോ ആക്റ്റീവ് ഈസ് എ ബിഗ് പ്രോബ്ലം. റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ്, അതിന്റെ ബൈ പ്രൊഡക്ട്സ് ഡിസ്പോസൽ വളരെ ഒരു ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റ്. ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ആണ് ഈ കാണുന്നത്. ഇനി ഫസ്റ്റ്, എ ജനറേറ്റിംഗ് സ്റ്റേഷൻ വിച്ച് യൂസസ് gas turbine as prime mover for alternator to produce electrical energy is called gas turbine power plant. ഇതില് ഗ്യാസ് ടർബൈനെ പ്രൈം മൂവർ ആയിട്ട് യൂസ് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യുന്നു. അതിനെയാണ് ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതില് 6 പാർട്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. കംപ്രസർ, റീജനറേറ്റർ, പിന്നെ കമ്പഷൻ ചേമ്പർ, ഗ്യാസ് ടർബൈൻ, ആൾട്ടർനേറ്റർ ആൻഡ് സ്റ്റാർട്ടിംഗ് മോട്ടോർ. ഇനി ഇതിന്റെ വർക്കിംഗ് നമുക്കൊന്ന് നോക്കാം. വർക്കിങ്ങിൽ ഫസ്റ്റ് പറയുന്നത്, എയർ ഈസ് യൂസ്ഡ് ആസ് വർക്കിംഗ് ഫ്ലൂയിഡ്. ഇവിടെ നമ്മൾ ഇവിടെ വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എയറിനെയാണ്. രണ്ടാമത്തെ പോയിന്റ്, കംപ്രസർ ഈസ് യൂസ്ഡ് ടു കംപ്രസ് ദ എയർ. ഇവിടെ കംപ്രസർ ഈസ് യൂസ്ഡ് ടു കംപ്രസ് എയർ. ഇവിടെ ഈ കംപ്രസർ യൂസ് ചെയ്യുന്നത് എയറിനെ, ഇവിടുന്നാണ് എയറിനെ ഇൻടേക്ക് ചെയ്യുന്നത്. അതാണ് നമ്മുടെ വർക്കിംഗ് ഫ്ലൂയിഡ്. ഈ കംപ്രസർ ഉപയോഗിച്ചിട്ട് എയറിനെ കംപ്രസ് ചെയ്യുന്നു. കംപ്രസ്ഡ് എയർ ഈസ് ടേക്കൺ ടു ദ കമ്പഷൻ ചേമ്പർ. ഇതാണ് നമ്മുടെ കമ്പഷൻ ചേമ്പർ. കമ്പഷൻ ചേമ്പറിലേക്ക് എത്തിക്കുന്നു. ദിസ് ആഡ്സ് ഹീറ്റ് ടു ദ എയർ. ഇത് എയറിലേക്ക് ഹീറ്റിനെ, കമ്പഷൻ ചേമ്പറിൽ വെച്ചിട്ട് എയറിലേക്ക് ഹീറ്റിനെ ആഡ് ചെയ്യുന്നു. ദസ് ഇൻക്രീസസ് ദ ടെമ്പറേച്ചർ ഓഫ് എയർ. ഇവിടെ വെച്ചിട്ട് എയറിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. എയർ ഈസ് ഹീറ്റഡ് ബൈ ബേണിംഗ് ദ ഫ്യൂൽ ഓർ യൂസിങ് ദ എയർ ഹീറ്റേഴ്സ്. എയർ ഹീറ്റേഴ്സ് അതല്ലെങ്കിൽ ഫ്യൂൽ ബേൺ ചെയ്തിട്ടാണ് ഇവിടെ വെച്ചിട്ട് എയർ ഹീറ്റ് ചെയ്യുന്നത്. ദ ഹോട്ട് ആൻഡ് ഹൈ പ്രഷർ എയർ ഈസ് ദെൻ ട്രാൻസ്ഫർ ടു ദ ഗ്യാസ് ടർബൈൻ. ഇവിടുന്ന് ഈ ഹോട്ട് ആയിട്ടുള്ള എയറിനെ അല്ലെങ്കിൽ ഹൈ പ്രഷറിലുള്ള എയറിനെ ഗ്യാസ് ടർബൈനിലേക്ക് എത്തിക്കുന്നു. എയർ ഗെറ്റ്സ് എക്സ്പാൻഡഡ് ആൻഡ് ഡ്രൈവ്സ് ദ ടർബൈൻ. എയർ ഇവിടെ വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു, അങ്ങനെ ഈ ടർബൈനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ദസ് ഹീറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി. അങ്ങനെ ഇവിടെ വെച്ച് ഹീറ്റ് എനർജി മെക്കാനിക്കൽ എനർജി ആയി മാറുന്നു. The rotating turbine drives the alternator and thus the mechanical energy is converted to electrical energy.
ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ടർബൈന് ആൾട്ടർനേറ്ററിനെ ഡ്രൈവ് ചെയ്യിപ്പിക്കുന്നു, ആൾട്ടർനേറ്ററിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ആൻഡ് ദസ് മെക്കാനിക്കൽ എനർജി, അങ്ങനെ ഇവിടെ വെച്ച് ഇവിടെയുള്ള മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയി മാറുന്നു. ഔട്ട്പുട്ട് ഓഫ് ആൾട്ടർനേറ്റർ ഈസ് ഗിവൺ ടു ബസ് ബാർ ത്രൂ ട്രാൻസ്ഫോമർ, സർക്യൂട്ട് ബ്രേക്കർ ആൻഡ് ഐസൊലേറ്റേഴ്സ്. ഔട്ട്പുട്ട് ആൾട്ടർനേറ്ററിന്റെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ, ബസ് ബാർ, ഐസൊലേറ്റർ, അങ്ങനെ അതുവഴി പോകുന്നു. അതാണ് ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റിന്റെ വർക്കിംഗ്. ഇനി ഇതിന്റെ സ്കീമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റ് അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് മെയിൻ കമ്പോണൻസ് ഓഫ് ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റ് നേരത്തെ പറഞ്ഞതാണ്. കംപ്രസർ, റീജനറേറ്റർ, കമ്പഷൻ ചേമ്പർ, ഗ്യാസ് ടർബൈൻ, ആൾട്ടർനേറ്റർ, സ്റ്റാർട്ടിംഗ് മോട്ടോർ, ഇത്രയും കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അതിൽ ഫസ്റ്റ് കംപ്രസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന്. ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് ടു പ്രൊഡ്യൂസ് ഹൈ പ്രഷർ എയർ. കംപ്രസറിന്റെ വർക്ക് ഹൈ പ്രഷറിലുള്ള എയറിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി കംപ്രസർ ഡ്രോസ് ദ എയർ വിച്ച് ഈസ് അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ഇൻക്രീസസ് ഇറ്റ്സ് പ്രഷർ. കംപ്രസർ അറ്റ്മോസ്ഫിയറിക് എയറിനെ അകത്തേക്ക് എടുക്കുന്നു. ആൻഡ് ഇൻക്രീസസ് ഇറ്റ്സ് പ്രഷർ, അതിന്റെ പ്രഷറിനെ ഇൻക്രീസ് ചെയ്യുന്നു. എയർ ഈസ് പാസ്ഡ് ത്രൂ എ ഫിൽട്ടർ ടു റിമൂവ് ഡസ്റ്റ്. എയർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ കംപ്രസറിലേക്ക് എടുക്കുമ്പോൾ അത് ഒരു ഫിൽറ്റർ വഴിയാണ് അകത്തേക്ക് എടുക്കുന്നത്. അത് ഡസ്റ്റ് റിമൂവ് ചെയ്യാനാണ്. ആൻഡ് അതർ ഇംപ്യൂരിറ്റീസ് ഗോ ടേക്കിംഗ് ഇൻ ടു ദ കംപ്രസർ. കംപ്രസറിലേക്ക് എത്തുന്നതിന് മുന്നേ അതിന്റെ ഉള്ളിലുള്ള ഇംപ്യൂരിറ്റീസ് എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ എയർ ഫിൽട്ടർ വെച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് റീജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോസ്റ്റ് ഗ്യാസ് ഫ്രം ദ given ഇനി നെക്സ്റ്റ് വരുന്നത് റീജനറേറ്റർ ആണ്. റീജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോസ്റ്റ് ഗ്യാസ് ഫ്രം ദ ടർബൈൻ ഈസ് ഗിവൺ ടു റീജനറേറ്റർ. ടർബൈനിൽ നിന്ന് വരുന്ന എക്സോസ്റ്റ് ഗ്യാസ് റീജനറേറ്ററിലേക്കാണ് കൊടുക്കുന്നത്. ഇവിടെ കംപ്രസറിൽ നിന്ന് വരുന്ന ഗ്യാസ് ടർബൈൻ ഈസ് എക്സോസ്റ്റ് ഗ്യാസസ് ഫ്രം ദ ടർബൈൻ. ടർബൈനിൽ നിന്ന് വരുന്ന ഗ്യാസ് നേരിട്ട് റീജനറേറ്ററിലേക്കാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ റീജനറേറ്റർ ഈസ് എ ഡിവൈസ് വിച്ച് റിക്കവേഴ്സ് ദ ഹീറ്റ് ഫ്രം എക്സോസ്റ്റ് ഗ്യാസസ് ഓഫ് എ ടർബൈൻ ബിഫോർ ഗ്യാസസ് ആർ റിലീസ്ഡ് ടു ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലേക്ക് ഗ്യാസസ് എല്ലാം റിലീസ് ചെയ്യുന്നതിന് മുന്നേ ഹീറ്റ് റിക്കവർ ചെയ്യാൻ എക്സോസ്റ്റ് ഗ്യാസസ് ഓഫ് എ ടർബൈൻ, ടർബൈനിൽ നിന്ന് വരുന്ന ഗ്യാസസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹീറ്റ് എല്ലാം റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് റീജനറേറ്റർ. ഇനി നെക്സ്റ്റ് വരുന്നത് കമ്പഷൻ ചേമ്പർ. ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് ടു ആഡ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ടു ദ കംപ്രസ്ഡ് എയർ. കംപ്രസ്ഡ് എയറിലേക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കമ്പഷൻ ചേമ്പർ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഒന്നുകൂടി ഫിഗറിൽ നോക്കാം. കമ്പഷൻ ചേമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ബേണിംഗ് ഫ്യൂൽ ലൈക്ക് ഓയിൽ പോലെയുള്ള സാധനങ്ങൾ ഹീറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ബേൺ ചെയ്തിട്ട് ഉണ്ടാവുന്നതാണ് ഇവിടെ ഹീറ്റ്. ഓയിൽ ഈസ് ഇൻജെക്റ്റഡ് ടു ദ ചേമ്പർ ത്രൂ ബേണർ അറ്റ് ഹൈ പ്രഷറിൽ ബേണറിലേക്ക് ഇൻജെക്ട് ചെയ്തിട്ടാണ് ഓയിൽ ഇൻജെക്ട് ചേമ്പറിലേക്ക് അതായത് ഓയിൽ ഈസ് ഇൻജെക്റ്റഡ് ടു ചേമ്പർ ത്രൂ ബേണർ അറ്റ് ഹൈ ടെമ്പറേച്ചർ. ചേമ്പറിലേക്ക് ഹൈ പ്രഷറിൽ ഓയിൽ ഇൻജെക്ട് ചെയ്യാണ്, അങ്ങനെയാണ് ബേൺ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഗ്യാസ് ടർബൈനിൽ ദ പ്രൊഡക്ട്സ് ഓഫ് കമ്പഷൻ കൺസിസ്റ്റ് ഓഫ് മിക്സ്ചർ ഓഫ് ഗ്യാസസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ.
are passed to the gas turbine. അതായത് ഗ്യാസ് ടർബൈനിൽ നിന്ന് the products of combustion, അതായത് കമ്പഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രൊഡക്ട്സ് അതിന് മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആയിരിക്കും. അത് ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലുള്ള മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആയിരിക്കും. അതിനെ നേരെ ഗ്യാസ് ടർബൈനിലേക്ക് കടത്തിവിടുന്നു. These gases passes over the turbine blade and expands and produces mechanical energy. ഈ ഗ്യാസസ് ടർബൈൻ ബ്ലേഡിലൂടെ റൊട്ടേറ്റ് ചെയ്യുന്നു ആൻഡ് എക്സ്പാൻസ് അവിടെ മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ലാസ്റ്റ് ആൾട്ടർനേറ്റർ. അത് ആൾട്ടർനേറ്റർ എന്ന് പറയുന്നത് ഗ്യാസ് ടർബൈനുമായിട്ട് കപ്പിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൾട്ടർനേറ്റർ കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ഇനി ലാസ്റ്റ് സ്റ്റാർട്ടിംഗ് മോട്ടോർ. ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ടർബൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ compressor ആദ്യം സ്റ്റാർട്ട് ചെയ്യണം. So an electric motor is mounted on the same shaft of turbine and compressor. അപ്പോൾ ഇവിടെ പറയുന്നത് ടർബൈന്റെയും കംപ്രസറിന്റെയും സെയിം ഷാഫ്റ്റില് ഇവിടെയാണ് ടർബൈന്റെയും ആൾട്ടർനേറ്ററിന്റെയും സെയിം ഷാഫ്റ്റില് ഒരു സ്റ്റാർട്ടിംഗ് മോട്ടർ കൊടുത്തിട്ടുണ്ട്, കപ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ so an alternator is mounted on the same shaft of turbine and compressor. The motor is operated by batteries. ആ മോട്ടോർ ബാറ്ററീസ് വഴിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. Once compressor starts, the entire unit starts operating. അപ്പോൾ കംപ്രസർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ യൂണിറ്റ് വർക്കിംഗ് ആയി തുടങ്ങും. അങ്ങനെ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. The turbine drives the compressor and the motor can be switched off. അങ്ങനെ ടർബൈൻ കംപ്രസറിനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അതുവഴി മോട്ടർ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. അപ്പോൾ റണ്ണിങ് കണ്ടീഷനിൽ നമുക്ക് മോട്ടർ ആവശ്യമില്ല. അതാണ് ദിസ് ഈസ് എ സ്റ്റാർട്ടിംഗ് മോട്ടോർ. ഇതാണ് സ്റ്റാർട്ടിംഗ് മോട്ടോർ. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഗ്യാസ് പവർ പ്ലാന്റിന്റെ അഡ്വാൻറ്റേജസ് ആണ് നെക്സ്റ്റ്. അത് ഇറ്റ് ഈസ് സിമ്പിൾ ഇൻ ഡിസൈൻ ആസ് കമ്പയർഡ് ടു സ്റ്റീം പവർ സ്റ്റേഷൻ. സ്റ്റീം പവർ സ്റ്റേഷനെ വെച്ച് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആണ് ഡിസൈന്. ഇറ്റ് ഈസ് സ്മോളർ ഇൻ സൈസ് ആസ് കമ്പയർഡ് ടു സ്റ്റീം പവർ സ്റ്റേഷൻ. സ്റ്റീം പവർ സ്റ്റേഷനെ വെച്ച് നോക്കുകയാണെങ്കിൽ സൈസ് സ്മോളർ ആണ്. ഇനീഷ്യൽ ആൻഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആർ മച്ച് ലോവർ ദാൻ സ്റ്റീം പവർ സ്റ്റേഷൻ. ഇനീഷ്യൽ കോസ്റ്റും ഓപ്പറേറ്റിംഗ് കോസ്റ്റും കുറവാണ്. It requires comparatively less water as no condenser is used. കണ്ടൻസർ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മതി. പിന്നെ മെയിൻ്റെനൻസ് ചാർജസ് ആർ ക്വൈറ്റ് സ്മോൾ. മെയിൻ്റെനൻസ് ചാർജ് എല്ലാം വളരെ കുറവാണ്. ഗ്യാസ് ടർബൈൻ ആർ മച്ച് സിംപ്ലർ ഇൻ കൺസ്ട്രക്ഷൻ വളരെ സിമ്പിൾ ആണ്. ഇറ്റ് ക്യാൻ ബി സ്റ്റാർട്ടഡ് ക്വിക്ലി ഫ്രം കോൾഡ് കണ്ടീഷൻസ്. കോൾഡ് കണ്ടീഷൻസിലും നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. സ്റ്റാൻഡ് ബൈ ലോസസ് ഒന്നും അതിനില്ല. ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞത്. ഇനി ഡിസഡ്വാൻറ്റേജസ് നോക്കാം. അവിടെ there is a problem for starting the unit because for starting the turbine the compressor has to be operated, so power is required from some external source. അതായത് സ്റ്റാർട്ടിംഗ് യൂണിറ്റിന്റെ ഒരു ആവശ്യം ഇവിടെ വരുന്നത് കൊണ്ട് ടർബൈൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു ആദ്യം കംപ്രസർ ഓപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ പവർ റിക്വയർഡ് ഫോർ സം എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് നമുക്കൊരു പവറിന്റെ ആവശ്യം വരികയാണ് ഇതില്. അപ്പോൾ എ ഗ്രേറ്റർ പാർട്ട് ഓഫ് പവർ ഡെവലപ്ഡ് ബൈ ദ ടർബൈൻ ഈസ് യൂസ്ഡ് ബൈ ഡ്രൈവിംഗ് ദ കംപ്രസർ. കംപ്രസർ ഡ്രൈവ് ചെയ്തിട്ടാണ് നമുക്ക് ഗ്രേറ്റർ പാർട്ട് പവർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. ദ നെറ്റ് ഔട്ട്പുട്ട് ഈസ് ലോ. നെറ്റ് ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ദ ഓവറോൾ എഫിഷ്യൻസി ഓഫ് പ്ലാന്റ് ഈസ് ലോ. ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് അതായത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് വളരെ കുറവാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. The temperature of combustion chamber is quite high. കമ്പഷൻ ചേമ്പറിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 3000 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഇറ്റ്സ് ലൈഫ് ക്യാൻ ബി റെഡ്യൂസ്. ആയതിനാൽ അതിന്റെ ലൈഫ് കുറയാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തതായി നമ്മൾ നോക്കുന്നത് ഡീസൽ പവർ പ്ലാന്റിനെ കുറിച്ചാണ്. ഇതാണ് ഒരു ഡീസൽ പവർ പ്ലാന്റിന്റെ സ്കീമാറ്റിക് ലേഔട്ട്. ഇതാണ് ഒരു സ്കീമാറ്റിക് ലേഔട്ട് ഓഫ് ഡീസൽ പവർ പ്ലാന്റ്. അപ്പോൾ
A generating station in which engine is used as prime mover for the generation of electrical energy is known as diesel power station. അപ്പോൾ ഡീസൽ പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡീസൽ എഞ്ചിൻ ആണ് ഇവിടെ പ്രൈം മൂവർ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ, അതായത് ഇലക്ട്രിക്കൽ ജനറേഷന് ഇവിടെ ഉപയോഗിക്കുന്നത് ഡീസൽ എഞ്ചിൻ ആണ്. ആയതിനാൽ ഇതിനെ നമ്മൾ ഡീസൽ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നു. ഇനി ഡീസൽ എഞ്ചിൻ, ഇവിടെ ഡീസൽ എഞ്ചിൻ ഈസ് യൂസ്ഡ് ആസ് പ്രൈം മൂവർ. അപ്പോൾ പ്രൈം മൂവർ ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ഡീസൽ എഞ്ചിൻ ആണ്. ഡീസൽ ബേൺസ് ഇൻസൈഡ് ദ എഞ്ചിൻ ആൻഡ് ദ പ്രൊഡക്ട്സ് ഓഫ് കമ്പഷൻ ആക്ട്സ് ആസ് വർക്കിംഗ് ഫ്ലൂയിഡ്. ഇവിടെ ഡീസൽ ആണ് ബേൺ ചെയ്യുന്നത്. അങ്ങനെ പ്രൊഡക്ട്സ് ഓഫ് കമ്പഷൻ, അതായത് നമുക്ക് കിട്ടുന്ന, അതായത് കത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് അതാണ് ആക്ട്സ് ആസ് വർക്കിംഗ് ഫ്ലൂയിഡ് ടു മേക്ക് മെക്കാനിക്കൽ എനർജി. അത് മെക്കാനിക്കൽ എനർജി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു, മെക്കാനിക്കൽ എനർജിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇനി ഡീസൽ എഞ്ചിൻ ഡ്രൈവ്സ് ദ ആൾട്ടർനേറ്റർ വിച്ച് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ഡീസൽ എഞ്ചിൻ എന്ത് ചെയ്യുന്നു? ഡ്രൈവ്സ് ആൾട്ടർനേറ്ററിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു, വിച്ച് കൺവേർട്സ്, അങ്ങനെ മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. As the generation cost is considerable due to high price of diesel power, these power stations are only used to produce small power. അപ്പോൾ ഡീസലിനെല്ലാം ഹൈ പ്രൈസ് ആയത് കാരണം നമ്മൾ ഇങ്ങനത്തെ പവർ സ്റ്റേഷന് സ്മോൾ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കാറ്. ഇനി ഇതിന് ഉപയോഗിക്കുന്ന വേരിയസ് കമ്പണൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിൽ ഫ്യൂൽ സപ്ലൈ സിസ്റ്റം, എയർ ഇൻടേക്ക് സിസ്റ്റം, നമുക്കൊന്ന് സംഭവം നോക്കാം. ഇതില് ഫ്യൂൽ സപ്ലൈ സിസ്റ്റം, എയർ ഇൻടേക്ക് സിസ്റ്റം, പിന്നെ എക്സോസ്റ്റ് സിസ്റ്റം, കൂളിംഗ് സിസ്റ്റം, ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം, എൻജിൻ സ്റ്റാർട്ടിംഗ് സിസ്റ്റം, ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേരിയസ് കമ്പോണൻസ് ഓഫ് ഡീസൽ പവർ സ്റ്റേഷൻ ആണ്. ഫസ്റ്റ് വരുന്നത് ഫ്യൂൽ സപ്ലൈ സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഫ്യൂൽ സപ്ലൈ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനാണ്. ഇവിടെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സ്റ്റോറേജ് ടാങ്ക്, സ്ട്രെയിനേഴ്സ്, ഫ്യൂൽ ട്രാൻസ്ഫർ പമ്പ് ആൻഡ് ഓൾ ഡേ ഫ്യൂൽ ടാങ്ക്. അപ്പോൾ ഇവിടെ ഫ്യൂൽ ടാങ്ക് ഉണ്ട്, ഇതിൽ തന്നെ ഇവിടെ സ്ട്രെയിനേഴ്സ് വരുന്നുണ്ട്, ഫ്യൂൽ ട്രാൻസ്ഫർ പമ്പ് വരുന്നുണ്ട്, ആൻഡ് ഓൾ ഡേ ഫ്യൂൽ ടാങ്ക് വരുന്നുണ്ട്. ഇനി ഫ്യൂൽ ഓയിൽ ഈസ് സപ്ലൈഡ് അറ്റ് ദ പ്ലാന്റ് സൈറ്റ് ബൈ റെയിൽ ഓർ റോഡ്. റെയിൽ അല്ലെങ്കിൽ റോഡ് വഴി മാർഗമാണ് നമുക്ക് ഫ്യൂൽ സപ്ലൈ ചെയ്യുന്നത്. ദിസ് ഓയിൽ ഈസ് സ്റ്റോർഡ് ഇൻ ദ സ്റ്റോറേജ് ടാങ്ക്. അങ്ങനെ ഈ ഓയിൽ സ്റ്റോറേജ് ടാങ്കിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഫ്രം ദ സ്റ്റോറേജ് ടാങ്ക് ഓയിൽ ഈസ് പമ്പഡ് ടു സ്മോളർ ഓൾഡേ ടാങ്ക്. ഇവിടെ നിന്ന് സ്മോളർ ഓൾഡേ ടാങ്കിലേക്ക് അത് പമ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് എയർ ഇൻടേക്ക് സിസ്റ്റം ആണ്, ഈ ഭാഗത്താണ് അത് വരുന്നത്. ദിസ് സിസ്റ്റം സപ്ലൈസ് നെസസറി എയർ ടു ദ എൻജിൻ ഫോർ കമ്പഷൻ. ഫ്യൂൽ കമ്പഷന് വേണ്ടിയിട്ടുള്ള എയർ, അത് വേണ്ട എയർ ഇൻടേക്ക് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നു. ഫിൽറ്റേഴ്സ് ആർ പ്രൊവൈഡഡ് ടു റിമൂവ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഇവിടെ ഫിൽറ്റേഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യാൻ. നെക്സ്റ്റ് വരുന്നത് എക്സോസ്റ്റ് സിസ്റ്റം. ദിസ് സിസ്റ്റം ലീഡ്സ് ദ എൻജിൻ എക്സോസ്റ്റ് ഗ്യാസ് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ് ആൻഡ് ഡിസ്ചാർജസ് ഇറ്റ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. ദിസ് സിസ്റ്റം ലീഡ്സ് ദ എൻജിൻ എക്സോസ്റ്റ് ഗ്യാസ് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. അപ്പോൾ എൻജിൻ എക്സോസ്റ്റ് ഗ്യാസ് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ് ആൻഡ് ഡിസ്ചാർജസ് ഇറ്റ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. അങ്ങനെ അറ്റ്മോസ്ഫിയറിലേക്ക് എയർ പുറത്തേക്ക് കടത്തിവിടുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് എ സൈലൻസർ ഈസ് യൂസ്ഡ് ഇൻ ദ സിസ്റ്റം ടു റെഡ്യൂസ് ദ നോയ്സ് ലെവൽ. ഇവിടെ ഒരു സൈലൻസറും കൂടി ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ടു ഫിക്സ് ഡീസൽ പവർ സ്റ്റേഷനിൽ ഡീസൽ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് ഇവിടെ നല്ല ഹെവി വോയിസ് വരാൻ സാധ്യതയുണ്ട്. ആയതിനാൽ ഇവിടെ സൈലൻസർ ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് കൂളിംഗ് സിസ്റ്റം. The heat released by the burning of fuel in the engine cylinder is partially converted into work. Heat released by burning of fuel. Fuel burn ചെയ്യുന്നത് വഴി ഉണ്ടാവുന്ന ഹീറ്റ് in the engine cylinder is partially converted into work. Partially അത് വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. The remainder part of the heat passes through the cylinder walls. ബാക്കിയുള്ള ഹീറ്റ് സിലിണ്ടർ വാളിലേക്കൂടെ ഒഴുകുന്നു, അതിലേക്കൂടെ പാസ് ചെയ്യിപ്പിക്കുന്നു, പിസ്റ്റൺ റിങ്സ് എക്സെട്ര, അങ്ങനെ അതിലേക്കൂടെ പോകുന്നു. ആൻഡ് മേ കോസ് ഡാമേജ് ടു ദ സിസ്റ്റം. അത് സിസ്റ്റത്തിന് തന്നെ ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട്.
To keep the temperature of the engine parts within the safe operating limits, cooling is provided. Safe operating limits temperature parts നോക്കാൻ വേണ്ടിയിട്ട് കൂളിംഗ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂളിംഗ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് വാട്ടർ സോഴ്സ്, പമ്പ് ആൻഡ് കൂളിംഗ് ടവേഴ്സ്. അവിടെ കൂളിംഗ് സിസ്റ്റത്തിന് വാട്ടർ സോഴ്സ് ഉണ്ട്, പമ്പ് ഉണ്ട്, കൂളിംഗ് ടവർ ഉണ്ട്. ഇവിടെ കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ഇവിടെയാണ്. ഇവിടെ കൂളിംഗ് ടവർ വരുന്നുണ്ട്, കൂളിംഗ് വാട്ടർ വരുന്നുണ്ട്, കൂളിംഗ് വാട്ടർ പമ്പ്, പിന്നെ കൂളിംഗ് ടവേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം. ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അവിടെ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം അത്യാവശ്യമാണ്. This system minimizes the wear of rubbing surfaces of the engine. Engine ഉപയോഗിക്കുന്നത് കൊണ്ട് അവിടെ rubbing surfaces ഉണ്ടാവാൻ സാധ്യതയുണ്ട്. It comprises of lubricating oil tank, pump, filter and oil cooler. അതിന് എന്തൊക്കെയുണ്ട്? ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ടാങ്ക് ഉണ്ട്, പമ്പ് ഉണ്ട്, ഫിൽട്ടർ ഉണ്ട്, ഓയിൽ കൂളർ ഉണ്ട്. ഇനി നെക്സ്റ്റ് എഞ്ചിൻ സ്റ്റാർട്ടിംഗ് സിസ്റ്റം ആണ്. ദിസ് ഈസ് ആൻ അറേഞ്ച്മെന്റ് ടു റൊട്ടേറ്റ് ദ എഞ്ചിൻ ഇനീഷ്യലി. എഞ്ചിന് ഇനീഷ്യലി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ എഞ്ചിൻ സ്റ്റാർട്ടിംഗ് സിസ്റ്റം. വൈൽ സ്റ്റാർട്ടിംഗ് until firing starts and the unit runs with its own power. ഇനി നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് വരുന്നത്, the design and layout of the plant are simple. പ്ലാന്റിന്റെ ഡിസൈനും ലേഔട്ടും എല്ലാം സിമ്പിൾ ആണ്. It occupies less space as the number and size of the auxiliaries is small. അതായത് ഇതിന് വേണ്ട എക്യുപ്മെന്റ്സ് എല്ലാം വളരെ ചെറിയ ചെറിയ സൈസിലുള്ള എക്യുപ്മെന്റ്സ് ആണ്, അതുകൊണ്ട് വളരെ കുറച്ച് സ്ഥലം മതി. ഇറ്റ് ക്യാൻ ബി ലൊക്കേറ്റഡ് അറ്റ് എനി പ്ലേസ്. ഏത് പ്ലേസിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ ലൊക്കേറ്റ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി സ്റ്റാർട്ടഡ് ക്വിക്ലി ആൻഡ് ക്യാൻ പിക്കപ്പ് ലോഡ് ഇൻ എ ഷോർട്ട് ടൈം. വളരെ ഷോർട്ട് ടൈമിൽ ലോഡ് പിക്കപ്പ് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. There are no standby losses. ഇതിന് സ്റ്റാൻഡ് ബൈ ലോസസ് ഒന്നുമില്ല. It requires less quantity of water for cooling. കൂളിങ്ങിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് വെള്ളം മതി. The overall cost is much less than that of steam power station of the same capacity. അതായത് സെയിം കപ്പാസിറ്റി ഉള്ള ഏത് സ്റ്റീം പവറിനെ മച്ച് ഓവറോൾ കോസ്റ്റ് ഈസ് മച്ച് ലെസ് ദാൻ ദാറ്റ് ഓഫ് സ്റ്റീം പവർ സ്റ്റേഷൻ ഓഫ് സെയിം കപ്പാസിറ്റി. സെയിം കപ്പാസിറ്റി ഉള്ള ഏത് സ്റ്റീം പവർ സ്റ്റേഷനേക്കാളും വളരെ കുറച്ച് കോസ്റ്റ് മാത്രം ഇതിന് മതി. ഓവറോൾ കോസ്റ്റ് വളരെ കുറവാണ്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ, plant has high running charges as the fuel cost is high. അതായത് ഫ്യൂൽ കോസ്റ്റ് വളരെ കൂടുതലാണ്. ഡീസലാണ് നമ്മളിവിടെ ഫ്യൂൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഡീസല് വളരെ റേറ്റ് കൂടുതലായതുകൊണ്ട് റണ്ണിങ് ചാർജസ് വളരെ ഹൈ ആണെന്നുള്ളതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. ഇത് ഇനി രണ്ടാമത്തെ കാര്യം, പ്ലാന്റ് ഡസ് നോട്ട് വർക്ക് സാറ്റിസ്ഫാക്ടറിലി അണ്ടർ ഓവർലോഡ് കണ്ടീഷൻസ് ഫോർ എ ലോങ്ങർ പീരീഡ്. ഓവർലോഡ് വരുന്ന കണ്ടീഷൻസിലെല്ലാം ഇത് ലോങ്ങർ ആയിട്ട് വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ദ പ്ലാന്റ് ക്യാൻ ഓൺലി ജനറേറ്റ് സ്മോൾ പവർ മാത്രമാണ് ഇത് ജനറേറ്റ് ചെയ്യാൻ സാധിക്കൂ. കോസ്റ്റ് ഓഫ് ലൂബ്രിക്കേഷൻ ഈസ് ജനറലി ഹൈ. ലൂബ്രിക്കേഷന് വേണ്ട കോസ്റ്റ് വളരെ കൂടുതലാണ്. മെയിൻ്റെനൻസ് ചാർജസ് ആർ ജനറലി ഹൈ. മെയിൻ്റെനൻസ്